തിരുവെഴുത്തിൻ്റെ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ ധാരാളം ഹിസ്റ്ററി ഉണ്ടെങ്കിലും അത് ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്നല്ല അറിയപ്പെടുന്നത്. യോശുവ തൊട്ട് എസ്തേർ വരെയുള്ള പുസ്തകങ്ങളാണ് ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാന കാരണം ആദ്യത്തെ 5 ബുക്സിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിലും വേദപുസ്തകത്തിൽ ദൈവം തൻ്റെ ജനത്തിന് ന്യായപ്രമാണം നൽകിയത് ഈ 5 ബുക്സിൽ 4 ബുക്സിലാണ്. അപ്പം ന്യായപ്രമാണം നൽകിയതിൻ്റെ പശ്ചാത്തലവും അതുപോലെ മനുഷ്യൻ്റെ സൃഷ്ടി വിവരണം അതെല്ലാം കൂടെ അതൊന്നിച്ച് ഈ 5 ബുക്സിലുള്ളത് കൊണ്ട് ഈ 5 ബുക്സിന് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയാറുണ്ട്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയാറുണ്ട്. മോശ 6 ഗ്രന്ഥങ്ങൾ എഴുതിയെങ്കിൽ ഇത് 5 പ്രത്യേക രീതിയിലുള്ള ഗ്രന്ഥമായതുകൊണ്ട് പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയാറുണ്ട്. അതേസമയത്ത് ന്യായപ്രമാണം എന്ന് പറയാറുണ്ട്. കർത്താവായ യേശുക്രിസ്തു സംസാരിച്ചപ്പോൾ കർത്താവ് പലപ്പോഴും മോശ എന്തെഴുതിയിരിക്കുന്നു അല്ലെ വാട്ട് ഡു യു ഫൈൻഡ് ഇൻ മോസസ് എന്ന് ഇംഗ്ലീഷിൽ കാണാറുണ്ട്. അവിടെ മോസസ് എന്നുള്ളത് മോശയിൽ കൂടെ തന്ന ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു റെഫറൻസ് അല്ലെങ്കിൽ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ഒരു റെഫറൻസാണ്. സോ ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഈ 5 പുസ്തകങ്ങളെ നമ്മൾ ന്യായപ്രമാണമായിട്ട് അറിയുന്നു. അത് കഴിഞ്ഞ് യോശുവ തൊട്ട് എസ്തേർ വരെയുള്ള പുസ്തകങ്ങൾ ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്നറിയപ്പെടുന്നു, ചരിത്ര ഗ്രന്ഥങ്ങൾ. കാരണം ഇവിടെ ന്യായപ്രമാണം നൽകുകയോ അല്ലെങ്കിൽ മോറൽ കോഡ് പഠിപ്പിക്കുകയോ അതിനു പകരം ദൈവജനത്തിൻ്റെ ഹിസ്റ്ററി കനാനിൽ പ്രവേശിക്കുന്ന ആ സമയം തൊട്ട് ഏകദേശം BC 400 വരെയുള്ള ഹിസ്റ്ററിയാണ്. കനാനിൽ അവർ പ്രവേശിക്കുന്നത് റഫ്ലി 1400 1400 നിന്ന് BC 400 400 വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ 1000 വർഷങ്ങളുടെ ഹിസ്റ്ററി നമുക്ക് ഈ 12 ബുക്സിൽ കാണാൻ സാധിക്കും. ഈ 12 ബുക്സിൽ 1000 വർഷങ്ങളുടെ ഹിസ്റ്ററി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1000 വർഷങ്ങളുടെ ഹിസ്റ്ററി യൂണിഫോം ആയിട്ട് കവർ ചെയ്യുന്നു എന്നർത്ഥമില്ല. ഹിസ്റ്ററിയിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ അറിയേണ്ടാത്ത പല കാര്യങ്ങളും ഗ്യാപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാൽ ബേസിക്കലി ഈ ബുക്സ് 1000 വർഷങ്ങൾ കവർ ചെയ്യുന്നു. ഇതിൽ നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യം മനുഷ്യൻ്റെയും അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഹിസ്റ്ററി വളരെ കോംപ്രിഹെൻസീവായിട്ട് നമുക്ക് നൽകുവാൻ വേണ്ടി ദൈവവചനം ശ്രമിക്കുന്നില്ല. അത് ശ്രമിക്കാത്തതിൻ്റെ കാരണമുണ്ട്. കർത്താവായ യേശുക്രിസ്തു 3.5 വർഷം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് അത് കംപ്ലീറ്റ്ലി എഴുതിയതായിരുന്നെങ്കിൽ ബുക്സ് ഈ ലോകം മുഴുവൻ നിറഞ്ഞേനെ എന്നാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരുന്നേനെ. അപ്പോൾ 3.5 വർഷം കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോഴത്തെ ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് അല്ലെ കോംപ്രിഹെൻസീവായിട്ട് എഴുതുമായിരുന്നെങ്കിൽ അത് കണ്ടീഷനെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടി തൊട്ട് അടുത്ത 3400 വർഷങ്ങളുടെ ഹിസ്റ്ററി കോംപ്രിഹെൻസീവായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് ആർക്കും വായിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കർത്താവ് സെലക്ട് ചെയ്ത് തന്നത്. എന്നാൽ അതിൽ തന്നെ ആദാം തൊട്ട് അല്ലെങ്കിൽ സൃഷ്ടി തൊട്ട് BC 400 വരെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കണ്ടിന്യൂറ്റി അവിടെ ഉണ്ട്. ആദാം അവർ പാപം ചെയ്തത് തൊട്ട് ദൈവം ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തതും അത് കഴിഞ്ഞൊരു ജാതിയെ തിരഞ്ഞെടുത്തതും ആ ജാതിയെ കനാനിൽ കൊണ്ടുവന്ന് സെറ്റിലാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇന്ന് ദൈവം അനുവദിച്ചാൽ 3 ബുക്സ് കവർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പെൻറ്ററ്റൂക്ക് നമ്മൾ കുറച്ച് സമയമെടുത്തത് ആക്ച്വലി ആ പഞ്ചഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വേദപുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങൾ. ഈവൻ പുതിയ നിയമം പോലും പഞ്ചഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലം ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം റോമാലേഖനം നമ്മളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ റോമാലേഖനത്തിൽ ഓൾമോസ്റ്റ് എല്ലാ അധ്യായങ്ങളിലും ഇസ്രായേലിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും ഫോർ എക്സാമ്പിൾ കാട്ടത്തി നല്ല അത്തിയിൽ കാട്ടത്തിയെ ഒടിച്ച് നല്ല അത്തിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വിഷയം പറയുമ്പോൾ അത് ആക്ച്വലി ഈ പഞ്ചഗ്രന്ഥങ്ങളിലും അത് കഴിഞ്ഞുള്ള 12 വർഷങ്ങളുടെ ഹിസ്റ്ററിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മളെക്കുറിച്ചാണ് കാട്ടത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാരാണ് അത്തി അല്ലെ അത്തിവൃക്ഷം. ഈ 12 ഗ്രന്ഥങ്ങളിൽ ഓൾമോസ്റ്റ് ഞാൻ ഓർപ്പിച്ചതുപോലെ BC 400 വരെയുള്ള ഹിസ്റ്ററി ഉണ്ട്. അപ്പം പെട്ടെന്നൊരു ചോദ്യം പെട്ടെന്ന് അനായാസമായിട്ട് മനസ്സിൽ വരുന്നത്, അങ്ങനെയെങ്കിൽ ഇയ്യോബ് തൊട്ട് മലാക്കി വരെയുള്ള ബുക്സിൽ ബാക്കി 400 വർഷങ്ങളുടെ ഹിസ്റ്ററിയാണോ? നോ.
ആക്ച്വലി ഈ ഇയ്യോബ് ഉൽപ്പത്തിയിൽ അബ്രഹാമിൻ്റെ സമകാലീനൻ ആയിരുന്നു. അപ്പോൾ അവിടാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസ്. എന്നാൽ പദ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വെച്ചതുകൊണ്ടാണ് അതവിടെ വന്നത്. സങ്കീർത്തനം തൊട്ട് മുന്നോട്ടുള്ള ഗ്രന്ഥങ്ങൾ, മലാക്കി വരെയുള്ള ഗ്രന്ഥങ്ങൾ ബേസിക്കലി അവർ കനാൻ നാട്ടിൽ ചെന്ന് സെറ്റിലെല്ലാം ആയിക്കഴിഞ്ഞ് രാജഭരണം ആയിക്കഴിഞ്ഞ് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച ആ പ്രവാചകന്മാരിൽ കൂടെ ലഭിച്ച സന്ദേശമാണ് ആക്ച്വലി പോയറ്റിക്കൽ ബുക്സ് കഴിഞ്ഞുള്ള പ്രവാചക ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പോയറ്റിക്കൽ ബുക്സിൽ ഇയ്യോബ് അബ്രഹാമിൻ്റെ സമകാലീനരായിരുന്നു. സങ്കീർത്തനം പല എഴുത്തുകാരെഴുതിയിട്ടുണ്ട്. അതിൽ ചിലരുടെ പേരുകൾ സങ്കീർത്തനത്തിൽ തന്നെ തന്നിട്ടുണ്ട്, ചിലരുടെ പേര് സങ്കീർത്തനത്തിൽ തന്നിട്ടില്ല. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ പോലും നാം നമ്മുടെ പാഠപുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലരുടെ പേരുണ്ട്, ചിലരുടെ പേരില്ല. സോ ഈ പ്രാക്ടീസ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ളതായതുകൊണ്ട് സങ്കീർത്തനങ്ങളിൽ ഒരു നല്ല ശതമാനത്തിൻ്റെ എഴുത്തുകാരാരാണെന്ന് നമുക്കറിയാം. അതേസമയത്ത് ഒരു ചെറിയ പോർഷൻ അത് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു സങ്കീർത്തനം മോശ എഴുതിയതായിട്ടുണ്ട്. സോ ആ സങ്കീർത്തനം ബേസിക്കലി 1400 മുൻപുള്ളതാണ്. എന്നാൽ ബാക്കി സങ്കീർത്തനങ്ങളെല്ലാം അത് കഴിഞ്ഞ് എഴുതപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സദൃശ്യവാക്യം അതുപോലെ തന്നെ ഉത്തമഗീതം, സഭാപ്രസംഗി, ഇതൊക്കെ ശലോമോൻ എഴുതിയതാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാമല്ലോ. അത് കഴിഞ്ഞാണ് വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും വരുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എല്ലാവരും കൂടെ ഏകദേശം 600 വർഷം കൊണ്ട് പ്രവചിച്ച കാര്യങ്ങളാണ് പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. യോശുവയിൽ ആക്ച്വലി യോശുവയുടെ ബുക്ക് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മനസ്സിൽ വെച്ച് നമ്മൾ വായിക്കുവാണെങ്കിൽ അതിൽ തന്നെ വലിയൊരു ഐ ഓപ്പണറായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വലിയൊരു ഐ ഓപ്പണർ പറയാൻ കാരണം, ന്യായപ്രമാണം നൽകപ്പെട്ട ദൈവജനം ദൈവം നൽകിയ വാഗ്ദത്തത്തിനനുസരിച്ച് വാഗ്ദത്ത നാട്ടിലെത്തി. അവിടെ പാലും തേനും ഒഴുകുന്ന നാടാണ്. അവർ നിർമ്മിച്ചിട്ടില്ലാത്ത ഭവനങ്ങൾ അവർക്ക് ലഭിച്ചു, സ്വത്ത് ലഭിച്ചു. ആൻഡ് പാലും തേനും ഒഴുകുന്ന ആ നാട്ടിൽ അവിടുത്തെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇറ്റ് വാസ് ഓവർഫ്ലോയിങ് എന്നാണ്. വീഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മദ്യം എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ വീഞ്ഞ് ഇറ്റ് ഈസ് സംതിങ് ടോട്ടലി ഡിഫറെൻ്റ് ഞാൻ ഓർപ്പിക്കട്ടെ. ധാരാളം മുന്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് വീഞ്ഞ് അന്നത്തെ വലിയൊരു പാനീയമായിരുന്നു. ഇന്ന് ചായ കുടിക്കുന്നത് പോലെ അല്ലേ, അതിനേക്കാൾ കൂടുതൽ. യഹൂദന്മാർ ഇഷ്ടംപോലെ മുന്തിരി ഉള്ളത് കൊണ്ട് അവർക്ക് വാണിഭത്തിന് വേണ്ടിയുള്ള വലിയൊരു പ്രൊഡക്റ്റായിരുന്നു. കേരളത്തിൽ കേരം അല്ലെങ്കിൽ തേങ്ങ ഉള്ളതുപോലെ തന്നെ വളരെ ലിബറലായിട്ട്. ഈയിടെ ഞാൻ വായിച്ചു, ജസ്റ്റ് ഒരു വില്ലേജ് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചതിൽ അവിടെ പല ഗോഡൗൺസ് ഉണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് ഒരു ഗോഡൗൺ അവർ കണ്ടുപിടിച്ചത്, അതിൽ ഏതാണ്ട് 60,000 ലിറ്റർ വീഞ്ഞ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അത്ര കപ്പാസിറ്റി ആയിരുന്നു. സോ അതുപോലെ ദൈവം അനുഗ്രഹിച്ചൊരു നാടായിരുന്നു. അപ്പം ദൈവം വാഗ്ദത്തം നൽകി, ദൈവജനത്തെ വിടുവിച്ചു, ദൈവജനത്തെ നയിച്ചു. അവർ അനുസരിക്കേണ്ട ന്യായപ്രമാണം ദൈവം അവർക്ക് വരമൊഴിയായി കൊടുത്തു. സോ എല്ലാവർക്കും വേണമെങ്കിൽ കോപ്പി ചെയ്ത് അത് വായിപ്പിക്കുകയും വായിച്ച് കുടുംബത്തിലുള്ളവരെയും കേൾപ്പിക്കാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വാഗ്ദത്ത നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവർ വളരെ ഐഡിയൽ ബിഹേവിയർ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചു. ആൻഡ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ റിസൾട്ട് അത് എന്താണ് എന്ന് നമുക്ക് ഈ യോശുവയിൽ കാണാൻ സാധിക്കും. ഈ കനാനിലോട്ട് പ്രവേശിക്കുന്നതിന് മുൻപ് ഇസ്രായേലിൽ നിന്ന് മോചിതരായ അഡൾട്ട്സ് എല്ലാവരും മരുഭൂമിയിൽ
മരിച്ച് ഒടുങ്ങിയെന്ന് നാം കാണുന്നു. അതിൻ്റെ കാരണം അവരുടെ റിബല്യനായിരുന്നു. കനാനിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ആ സ്പൈസ് വന്ന് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അവർ റിബൽ ചെയ്തു. ഫൈനലി അതിൻ്റെ റിസൾട്ട് അഡൾട്ട്സായിട്ട് 2 പേര് മാത്രമേ കനാനിൽ പ്രവേശിച്ചുള്ളൂ. എന്നാൽ ആ മരുഭൂമിയിൽ ജനിച്ച ധാരാളം ആളുകൾ ഈ നാട്ടിലോട്ട് പ്രവേശിച്ചു. അത് അവരുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിരുന്നു. മരുഭൂമിയിൽ ജനിച്ചവരെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. മരുഭൂമിയിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ കൂടാരങ്ങളിൽ വസിക്കുന്നു. ഭയങ്കര ചൂട്, അതുപോലെ തന്നെ ഭയങ്കര തണുപ്പ്. ഇവിടുത്തെ പോലെ മഴ പെയ്യത്തില്ലെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ടെൻ്റാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. കൃഷിയില്ല. പിന്നെ ഓഫ് കോഴ്സ് ദൈവം അവർക്ക് മന്ന തന്നു. എന്നാൽ എത്ര ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണെങ്കിലും മനുഷ്യന് വൈവിധ്യമുള്ള ഭക്ഷണം കഴിക്കണമെന്ന് മനുഷ്യനൊരു ക്രേവിംഗ് ഉണ്ട്. കനാനിൽ ചെന്ന് അവർക്ക് അതെല്ലാം കർത്താവ് നൽകി. അതിന് കർത്താവ് നായകന്മാരെ ഉപയോഗിച്ചതിൽ യോശുവയായിരുന്നു പ്രധാന നായകൻ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ യോശുവയുടെ ലീഡർഷിപ്പിൽ അവർ കനാനിൽ പ്രവേശിക്കുന്ന ഹിസ്റ്ററി യോശുവയുടെ ഗ്രന്ഥത്തിൽ നാം കാണുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രമേയം വളരെ വ്യക്തമാണ്. പ്രമേയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എല്ലാം നൽകി. നിങ്ങൾക്ക് കൃഷിഭൂമി നൽകി, അത് ബെസ്റ്റ്, അത് പ്രോപ്പർ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ഭവനങ്ങൾ നൽകി, പ്ലസ് മറ്റെല്ലാ ജാതികളിൽ നിന്ന് നിങ്ങളെ ഒരു വ്യത്യസ്ത ജാതിയാക്കി. ഇന്നും യഹൂദന്മാരെ പോലെ ബുദ്ധിശാലിയായ ആളുകൾ ലോകത്തിലെങ്ങും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നോബൽ പ്രൈസ് തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ കൊടുക്കപ്പെട്ട നോബൽ പ്രൈസിനെ കുറിച്ച് കണക്കെടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും അധികം നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന എല്ലാവരും യഹൂദന്മാരാണ്. പ്രോബബ്ലി ഇസ്രായേലിൽ താമസിക്കുന്നവരല്ല, അവർ അമേരിക്ക സെറ്റിലായതായിരിക്കും, ജർമ്മനിയിൽ സെറ്റിലായതായിരിക്കും, എന്നാൽ അവരെല്ലാം യഹൂദന്മാരാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. പുള്ളിക്കൊരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടായിരുന്നു. അതും പ്രത്യേകം നമ്മൾ ഓർക്കണം. ഫിസിക്സിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻസ് ഇട്ട ആളുകളിലാണ്. സോ അങ്ങനെ ദൈവം അവരെ എല്ലാ രീതിയിലും ഡിഫറൻ്റ് ആക്കി. ഇനിയും അവർ ആ രീതിയിൽ ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ച രീതിയിൽ അവർ ജീവിക്കുമോ എന്നായിരുന്നു ചോദ്യം. ഈ പുസ്തകത്തിൽ എല്ലാം കൂടെ 24 അധ്യായങ്ങളാണുള്ളത്. ഇത് 1400-ൻ്റെ 1370-ൻ്റെ ഇടയ്ക്കാണ് എഴുതപ്പെട്ടത്. 1400-നോടടുത്താണല്ലോ അവർ കനാനിൽ പ്രവേശിച്ചത്. 1410 എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് ഞാൻ ഈ റൗണ്ട് നമ്പേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ 1400 തൊട്ട് 1370 എന്ന് പറഞ്ഞാൽ ഏകദേശം 30 വർഷം കൊണ്ടാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത്. ഇതെഴുതിയത് യോശുവയാണ്. എന്നാൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് യോശുവയുടെ മരണത്തെക്കുറിച്ചൊക്കെയുള്ള അത് ഡീറ്റെയിൽസ് ഇത് കഴിഞ്ഞുള്ള എഴുത്തുകാരൻ എഴുതി ഈ പുസ്തകത്തെ കംപ്ലീറ്റ് ചെയ്തതാണ്. അത് ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ അന്നും ഒരു പ്രാക്ടീസായിരുന്നു, ഇന്നും ഒരു പ്രാക്ടീസായിരുന്നു. ഈ പുസ്തകത്തിൽ 30 വർഷം കൊണ്ട് കനാനിൽ പ്രവേശിച്ച്, കനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന അതും അതിൻ്റെ ചുറ്റിനുമുള്ള ധാരാളം പ്രദേശങ്ങളായിരുന്നു. ഇന്ന് യഹൂദന്മാരുടെ കയ്യിലുള്ള അതിൽ കൂടുതൽ പോർഷൻ ദൈവം അവർക്ക് പ്രോമിസ് ചെയ്തിരുന്നു, ദൈവം അവർക്ക് നൽകി. എന്നാൽ BC 400-ൽ അടിമത്വത്തിൽ പോയി കഴിഞ്ഞതോടെ അവരുടെ സ്വന്തം നാടിൻ്റെ ഒരു നല്ല ശതമാനം ആളുകൾ മറ്റുള്ളവരുടെ കയ്യിലായി കഴിഞ്ഞു. അത് ഇതുവരെയും ദൈവം അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. 1940-കളിൽ ഇസ്രായേൽ യഥാസ്ഥാനപ്പെട്ടു എന്ന് പലർ അവകാശപ്പെടാറുണ്ട്. അത് തെറ്റായ ഒരു ടീച്ചിങ് ആണ്. ഇസ്രായേൽ യഥാസ്ഥാനപ്പെടുന്നത് ആക്ച്വലി ഇനിയും ആ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. യഥാസ്ഥാനപ്പെടുമ്പോഴാണ് അവർ അർഹിക്കുന്ന കംപ്ലീറ്റ് ഏരിയ അവർക്ക് കിട്ടുന്നത്. ഇപ്പോഴും ദൈവം അവർക്ക് കൊടുത്തതിൽ ഒരു വലിയ പോർഷൻ അവരുടെ കയ്യിലല്ല എന്ന് നാം മറക്കരുത്. ഈവൻ യെരുശലേമിൽ പോലും ഒരു നല്ല ശതമാനം പോർഷൻ അവരുടെ കയ്യിലല്ല. അവർ ദേവാലയം പണിയാനിരിക്കുന്നിടത്ത് അവിടെ ഇപ്പോൾ ഒരു മസ്ജിദാണ്, അത് യഹൂദന്മാരുടെ കൺട്രോളിലല്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ
ടെൻഷൻ ഉണ്ടാകുന്നതെന്നുള്ള കാര്യം കൂടെ നാം മനസ്സിൽ വെക്കണം. 30 വർഷം കൊണ്ട് യോശുവ അവരെ കൊണ്ട് നയിക്കാവുന്ന എല്ലാ രീതിയിലും അവരെ നയിച്ചു. അങ്ങനെ നയിച്ച് വേണ്ട ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. യോശുവ ഈജിപ്റ്റ് വിട്ട സമയത്ത് യോശുവയ്ക്ക് 21 വയസ്സുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ 21, 40, 61, പിന്നെ 30, 91. ഏറ്റവും മിനിമം യോശുവയ്ക്ക് 91 വയസ്സെങ്കിലും കാണും. ബൈബിളിൽ യോശുവയുടെ ഏജ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കിയില്ല. ഇത് പെട്ടെന്ന് ജസ്റ്റ് മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ ഒരു റഫ് കാൽക്കുലേഷൻ പറയുകയായിരുന്നു. 90-ലധികം പ്രായമുള്ള യോശുവ 30 വർഷം കൊണ്ട് ചെയ്യാവുന്ന എല്ലാ രീതിയിൽ അവരെ സഹായിച്ച് അവരെ നയിച്ച് പിടിച്ചെടുക്കാവുന്ന സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഫൈനലി എടുത്തെന്ന് മാത്രമല്ല അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫൈനലി യോശുവ പോകാൻ റെഡിയാകുന്നു. പോകാൻ റെഡിയായി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങൾ എഴുതി വെച്ചതിൽ ചില കാര്യങ്ങൾ നാം ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, ഇത് യോശുവയുടെ താക്കോൽ വാക്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. യോശുവ 1-ാം അധ്യായം 6 തൊട്ട് 9 വരെ. യോശുവ 1-ന്റെ 6 തൊട്ട് 9 നാം വായിക്കുന്നത്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ജയിച്ചു കൊടുക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. വിഭാഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം യോശുവ പോകുന്ന സമയമായപ്പോഴത്തേക്ക് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ആ ലാൻഡ് പൂർണ്ണമായിട്ട് അവർക്ക് കോൺകർ ചെയ്യാൻ സാധിച്ചില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെയ്തത്. എന്നാൽ യോശുവ പോകുന്നതിന് മുൻപ് ഓരോ 12 ഗോത്രങ്ങൾക്കും ഇത് നിങ്ങൾക്ക് എന്നുള്ളത് വിഭാഗിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന ദൈവവചനം പറയുന്നു. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. യോശുവയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ ഇൻസ്ട്രക്ഷൻ്റെ പുറകെ ഒരു കാരണമുണ്ട്. അത് ഞാൻ ഇന്ന് പ്ലസ് ഹിസ്റ്റോറിക്കൽ ബുക്സ് പഠിക്കുന്ന സമയത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമായിരിക്കും. വിശ്വാസികൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ, നാം അനുസരിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളെല്ലാം നമുക്കറിയാമെങ്കിൽ നാം പൂർണ്ണ അനുസരണത്തോടെ ജീവിക്കും. അങ്ങനെയല്ല. അത് മനുഷ്യ ഹിസ്റ്ററി ഈ പഞ്ചഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബുക്സിൽ വായിക്കുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, ജസ്റ്റ് നമ്മൾ എങ്ങനെ നടക്കണം എന്ന് അറിഞ്ഞതുകൊണ്ട് നാം നടക്കും എന്നർത്ഥമില്ല. അത് എങ്ങനെ നടക്കണം എന്ന് ദൈവം പറയുന്നു, അതിനോടൊരു പൂർണ്ണ സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ നടക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും ഈ മീറ്റിങ്സിനൊക്കെ പല സ്ഥലത്ത് പോയപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ചെന്നൈയിലുണ്ടായ ഒരു അനുഭവമായിരുന്നു. അവിടെ ഒരു ഇംഗ്ലീഷ് കോൺഗ്രിഗേഷൻ ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സഹോദരി ഇങ്ങോട്ട് വന്നു. ബ്രദറിൻ്റെ മെസ്സേജ് കേട്ടു. ഇംഗ്ലീഷിലാണ്. ബ്രദറിൻ്റെ മെസ്സേജ് കേട്ടു, പുരുഷൻ മദ്യപിക്കുന്നത് ശരിയോ? ഞാൻ പറഞ്ഞു, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും മദ്യപിക്കുന്നത് ശരിയല്ല. മദ്യപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകും. ദൈവജനം അത് വിട്ടുമാറണം. ഇപ്പം തന്നെ ബ്രദർ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഭർത്താവിനോട് അതൊന്ന് പറയണം. ഏതാണ്ട് വലിയ അഗ്രസീവ് ആൻഡ് ആധികാരികമായിട്ടാണ് അവർ പറഞ്ഞത്. അവർക്ക് ഉണ്ടായ തെറ്റിദ്ധാരണ, ഒരു വ്യക്തിയോട് നീതി എന്ത്, അനീതി എന്ത്, ശരി എന്ത്, തെറ്റ് എന്ത് എന്ന് പറഞ്ഞതോടെ ആ വ്യക്തി അങ്ങ് ഇമ്മീഡിയറ്റ്ലി പാടില്ലാത്ത സ്വഭാവം വിട്ടുമാറും എന്നാണ്. ഇത് ഈ പ്രാസംഗികനായ എനിക്ക് പലയിടത്തുണ്ടാകുന്ന ഒരു അനുഭവമാണ്. പലയിടത്ത് ചെല്ലുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയും, ബ്രദറെ ഈ സഭയിൽ ഒരാൾക്ക് ഒരു പെർവേർഷനുണ്ട്, അതുകൊണ്ട് ബ്രദർ മെസ്സേജ് ഡെലിവറി ചെയ്യുമ്പോൾ ആ വിഷയം കൂടെ ഒന്ന് സൂചിപ്പിച്ചു പോകണം. മദ്യപാനം ശരിയല്ലെന്നും, ലൂസ് ലിവിങ് ശരിയല്ലെന്നും, ചൂത് കളിക്കുന്നത് ശരിയല്ലെന്നും, സ്മോക്കിംഗ് ശരിയല്ലെന്നും, ടൊബാക്കോ വായിൽ വെക്കുന്നത്, അത് പഴയ തലമുറയിൽ പലർക്കൊരു സ്വഭാവമാണ്, അത് ശരിയല്ലെന്നും.
അങ്ങനെയല്ല ദൈവവചനം വർക്ക് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്നങ്ങ് അവരുടെ തെറ്റായ കാര്യങ്ങൾ വിടുമെന്നാണ്. അങ്ങനെയല്ല. അത് പ്രത്യേകം കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ ഓർപ്പിച്ചല്ലോ, ആദ്യ തൊട്ട് ദൈവവചനത്തിൻ്റെ എക്സ്പൊസിഷൻ, ദൈവവചനം പറയുന്നത് അത് പ്രോപ്പറായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഏത് രീതിയിൽ നിന്ന് ദൈവവചനം നമുക്ക് അത് മനസ്സിലാക്കി തരുന്നു. ആവർത്തനം അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. ദൈവവചനം വ്യക്തമാക്കുന്നത് ആളുകൾ രൂപാന്തരപ്പെടുന്നത് പ്രസംഗത്തിൽ കൂടെ ആ വ്യക്തിയെ കുത്തുകയോ, പ്രസംഗത്തിൽ കൂടെ ഒരു പ്രത്യേക വ്യക്തിയെ ഒരു ചേഞ്ച് ചെയ്യാനോ നോക്കി അങ്ങനെയല്ല ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് ദൈവവചനത്തിൻ്റെ പ്രോപ്പർ എക്സ്പൊസിഷൻ അവർക്ക് ലഭ്യമാക്കുക. ആ എക്സ്പൊസിഷൻ അവർ അംഗീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം പറയുന്നതിനനുസരിച്ച് രൂപാന്തരം വരും. ആ രൂപാന്തരം വന്നു കഴിയുമ്പോഴാണ് പാടില്ലാത്തവർ വിടുന്നതും അവർക്ക് ഏത് രീതിയിൽ അവർ ജീവിക്കണം അതിനനുസരിച്ച് ജീവിക്കുന്നത്. അത് ഈ യോശുവയുടെ ഗ്രന്ഥം തൊട്ട് നമ്മൾ മുന്നോട്ട് കാണുന്ന ഒരു കാര്യമാണ്. ന്യായപ്രമാണം അവർക്ക് നൽകപ്പെട്ടു, സത്യം എന്തെന്നറിയാം, എന്നാലും ദൈവജനം അതിനനുസരിച്ചല്ല മിക്ക അവസരങ്ങളിലും ജീവിച്ചത്. കാരണം അവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായിട്ടില്ല. ആ രൂപാന്തരം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളുണ്ട്. അത് വരുന്നതിന് മുൻപ് 9-ാം വാക്യം കൂടെ വായിക്കട്ടെ. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പവും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. സോ യോശുവായ്ക്കുള്ള കമ്മീഷനാണത്, കമാൻഡാണ്. ഓക്കെ, ഗോ ഹെഡ്. ബട്ട് ഇവിടെ ഈ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 8-ൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. വേർപാട് കുടുംബങ്ങളിലൊക്കെ ആ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ തൊട്ട് പല പരിചയങ്ങളുണ്ട്. അതിലൊരു പരിചയം, ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അപ്പ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ യേശു കണ്ണുനീർ വാർത്തു, യഹോവ എൻ്റെ ഇടയനാകുന്നു, ദൈവം സ്നേഹമാകും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ എൻ്റെ പേരൻസ് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ വേദപുസ്തകത്തിലെ ധാരാളം വാക്യങ്ങൾ അവരെ പഠിപ്പിക്കാറുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് 4 വയസ്സായപ്പോഴാണ് പപ്പ ഞങ്ങളെയും കൊണ്ട് കേരളം വിട്ടത്. അന്ന് വൈകുന്നേരത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം വരാന്തയിൽ കുരണ്ടിയിട്ട് എല്ലാവരും ഇരിക്കണം. എന്നിട്ട് ഇളയ കുട്ടി തൊട്ട് മൂത്ത കുട്ടി വരെ അവർക്കറിയാവുന്ന വാക്യങ്ങളെല്ലാം ചൊല്ലണം. മൂത്ത കുട്ടി തനിക്കറിയാവുന്ന വാക്യങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് മൂത്ത കുട്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞേ ഉള്ളൂ വൈകിട്ട് കഞ്ഞി. ഫാമിലി പ്രെയർ വേറെ, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് അഫെയർ. ഇത് കുട്ടികളുടെ ഓൺ പ്രെയർ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിചയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു? അതിൻ്റെ കാരണം ദൈവവചനം അത് രാവിലെ തൊട്ട് വൈകുന്നവരെ അത് തുടർച്ചയായിട്ട് നമ്മുടെ സംസാരത്തിലുണ്ടായിരിക്കണം, നമ്മളത് കേൾക്കണം എന്ന് ദൈവവചനം പറയുന്നത് രൂപാന്തരം സംഭവിക്കണം. ആൻഡ് രൂപാന്തരം സംഭവിക്കുവാൻ വേണ്ടി ബെസ്റ്റ് പീരീഡ് അവരുടെ ചൈൽഡ്ഹുഡാണ്. ഒരു പക്വതയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന രീതിയിൽ രൂപാന്തരം സംഭവിക്കത്തില്ലെങ്കിലും ഏത് ലോകത്തിലാണ് അവർ ജീവിക്കുന്നത് ആ ലോകത്തിലെ ആശയങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നവരെ അവരുടെ ബ്രെയിനിൽ ചെന്ന് ഇങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ അതേ സമയത്ത് സമാന്തരമായിട്ട് ദൈവവചനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം, രൂപാന്തരപ്പെടണം. അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ദൈവം യോശുവയോട് പറഞ്ഞ കാര്യം പറയിപ്പിച്ച കാര്യം അത് അന്നും ഇന്നും നമുക്ക് ആപ്ലിക്കബിളാണ്. പിന്നെ ഓരോ സൊസൈറ്റിയിൽ നമ്മളത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ തീരുമാനിക്കണം. അതുപോലെ തന്നെ ഇത് യോശുവയുടെ താക്കോൽ വാക്യമാണ്. സോ ഒരു വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും സഭയിൽ എഴുന്നേറ്റ് നിന്ന് പുൾപിറ്റിൽ നിന്ന് പ്രസംഗിച്ചതിൽ കൂടെയല്ല രൂപാന്തരപ്പെടുന്നത്. അത് പ്രത്യേകം ഓർക്കണം. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും പുൾപിറ്റിൽ നിന്നുള്ള പ്രസംഗങ്ങൾ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല.
വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് ആത്മീക ശുശ്രൂഷ ഒരെണ്ണം അല്ലെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഒന്ന്, സുവിശേഷം അറിയിക്കുക. സുവിശേഷം പബ്ലിക്കലിയും നമ്മൾ അറിയിക്കാറുണ്ട്, പേഴ്സൺ ടു പേഴ്സൺ അറിയിക്കാറുണ്ട്. എന്നാൽ വ്യക്തികളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടണമെങ്കിൽ, ഒരുത്തൻ മദ്യപനുണ്ടെങ്കിൽ പ്രസംഗത്തിൽ അവനിട്ടൊരു കുത്ത്, വേറെ ഒരുത്തൻ എന്തെങ്കിലും പെർവേർഷൻ ഉണ്ടെങ്കിൽ അവനിട്ടൊരു നോ, ദാറ്റ് ഈസ് നോട്ട് ദ വേ. ടീച്ച് ദ സ്ക്രിപ്ചർ, അലൗ ദ സ്ക്രിപ്ചർ ടു ട്രാൻസ്ഫോം ദെം. അത് പഴയ നിയമത്തിലും അത് തന്നെയായിരുന്നു, പുതിയ നിയമത്തിലും അത് തന്നെയായിരുന്നു. അത് യോശുവയുടെ ഒരു താക്കോൽ വാക്യം. നമ്പർ 1, ദൈവം പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക. നമ്പർ 2, അംഗീകരിക്കുക. 3, അത് അനുസരിക്കുക. 4, അത് മറക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ധാരാളം അതിനെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻസ് ദൈവവചനം തന്നിട്ടുണ്ട്. അത് എഴുതി വെക്കണമെന്നുണ്ട്, മക്കളോടത് സംസാരിക്കണം എന്നുണ്ട്. ആൻഡ് ദൈവവചനത്തിൽ അത് അനുസരിച്ച് ചെയ്ത ആളുകളെക്കുറിച്ചുണ്ട്. സദൃശവാക്യത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചായിരുന്നല്ലോ. ശലോമോൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ശലോമോൻ്റെ പിതാവ് യെരുശലേമിൽ രാജാവായിരുന്നു, എന്ന രാജാവാണ് തൻ്റെ മകനെ പഠിപ്പിച്ചത്. അപ്പോൾ ഇത്രയും ബിസിയായിട്ടുള്ള ദാവീദിനെക്കുറിച്ച് തൻ്റെ മകൻ പറയുന്ന ടെസ്റ്റ്മണി, ദാവീദ് ശലോമോനെ ദൈവവചനം പഠിപ്പിച്ചെന്നാണ്. ശലോമോൻ അത് അനുസരിച്ചില്ലയോ എന്നുള്ളത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന, നമ്മൾ മക്കൾക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനവും വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു, എന്നിട്ട് അവർ ദൈവഭാഗത്തു നിന്ന് മാറിപ്പോയാൽ ആർ വി റെസ്പോൺസിബിൾ? വി ആർ നോട്ട് റെസ്പോൺസിബിൾ. നമ്മൾ വിശ്വസ്തയോടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന്, അവരുടെ ജീവിതത്തിൽ വന്ന ആ സത്യം അവർ വിട്ടുമാറിപ്പോകുന്നത്, അതിന് വി ആർ നോട്ട് റെസ്പോൺസിബിൾ. അത് അവർ ചെയ്ത ഈ ലോകത്തിൻ്റെ മോഹത്തിൻ്റെ, വേൾഡ് ഫ്ലെഷ് ആൻഡ് ദ ഡെവിളിൻ്റെ കാരണം അവർ ചെയ്ത ചോദ്യമാണ്, അവർ ചെയ്ത ചോയ്സാണ്. നമ്മൾ എന്തിനാണ് റെസ്പോൺസിബിൾ? അവരെ വേണ്ട രീതിയിൽ പഠിപ്പിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അവർ ദൈവഭാഗത്തു നിന്ന് മാറിപ്പോയെങ്കിൽ. പല പേരൻസ് ഉണ്ട്, അവരുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സ് വരെ കുട്ടികളെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ആൻറ്റിയുടെ പ്രിൻസിപ്പിൾ ഇതായിരുന്നു, 15-ാം വയസ്സ് വരെ കുട്ടികളെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് വിടുക, അവരെ രാജകുമാരന്മാരായിട്ട് രാജകുമാരികളായിട്ട് ട്രീറ്റ് ചെയ്യുക, അവർ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ തന്നെ ചെയ്തു. ഫൈനലി ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് പിടിച്ചുപറിക്കാരനുണ്ടായത്, കൊള്ളക്കാരുണ്ടായത്, തട്ടിപ്പുകാരുണ്ടായത് എല്ലാം ആ കുടുംബത്തിൽ നിന്നാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം ദൈവവചനം പറയുന്നത് ബാലൻ്റെ മനസ്സിൽ മൂഢതയാണുള്ളത്. അത് മാറ്റണമെങ്കിൽ ആ ബാലനെ പരിശീലിപ്പിക്കണം, വടി വേണ്ടടുത്ത് ഉപയോഗിക്കണം. അല്ലാതെ രാജാക്കന്മാരെ രാജകുമാരന്മാരെ പോലെ 15-ാം വയസ്സ് വരെ അവരെ കൊണ്ട് നടക്കണം എന്നല്ല ദൈവവചനം പറയുന്നത്. ഇൻഫാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിൽ ഒരു 80-90% ആളുകൾ 15-16 മുൻപാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 15-ാം വയസ്സ് വരെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ ദൈവഭാഗത്ത് വരത്തില്ല. എന്ന് മാത്രമല്ല, ഈ 15-16 വർഷങ്ങൾ അവർക്ക് ലോകം പരിശീലനം നൽകുന്നതിൻ്റെ കാരണം കൊണ്ട് അവർ ദൈവഭാഗത്തുനിന്ന് മാറി ഏറ്റവും വലിയ കുറ്റവാളികൾ തന്നെ ആയിത്തീരും എന്ന് നമ്മൾ മറക്കല്ല. അതുപോലെ തന്നെ യോശുവയുടെ ഒരു താക്കോൽ വാക്യം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 24-ാം അധ്യായത്തിൽ വായിക്കുന്നു. 24-ന്റെ 14-ഉം 15-ൽ നാം വായിക്കുന്നത് 24-ന്റെ 14-ഉം 15-ഉം, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട്. ഓരോ തലമുറയ്ക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലസ് നാം നമ്മുടെ തലമുറകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനെ ഒരു കാലത്തും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മളെല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് അത് അഡൾട്ട്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിരിക്കണം. അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിൻ്റെ പുറകെ ഒരു പ്രത്യേക കാരണമുണ്ട്. തിരുവെഴുത്തിലെ പഞ്ചഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് ആദ്യത്തെ ഗ്രന്ഥം കഴിഞ്ഞുള്ള 4 ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളുടെ സമയത്ത് തന്നെ എഴുതപ്പെട്ട പ്രവചനങ്ങൾ എടുത്തു വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം,
ദൈവജനം ഈജിപ്റ്റ് വിട്ടു. ഈജിപ്റ്റ് ഒരിക്കലും ദൈവജനത്തെ വിട്ടില്ല. വേർപാടുകാരായ നാം ഇന്ന് ഇതുപോലെ തന്നെ വളരെ കെയർഫുള്ളി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചിന്താഗതിയെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. 110 വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ സമുദായങ്ങളുടെ ചിന്താഗതിയെ വിട്ടത്. സമുദായങ്ങളിലുള്ള ധാരാളം അനാചാരങ്ങളും പ്രാക്ടീസസും വിട്ടത്. എന്നാൽ അത് വിട്ടെങ്കിലും അതിൽ ധാരാളം പ്രാക്ടീസസ് ഇന്നും നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. അത് മറക്കരുത്. നിങ്ങൾക്കെല്ലാം വേർപാട് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ തലമുറയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ പദപ്രയോഗം, താലി പൊട്ടിച്ചെന്ന്. താലി ഊരിക്കളഞ്ഞെന്നല്ല. ഈ വേർപാടിലെ ആദ്യ തലമുറയിലെ അമ്മച്ചിമാരെക്കുറിച്ച് പറയുന്ന താലി ഊരിക്കളഞ്ഞെന്നല്ല, ആർക്കെങ്കിലും കൊടുത്തെന്നല്ല, താലി പൊട്ടിച്ചു കളഞ്ഞെന്നാണ്. ആ പദപ്രയോഗത്തിൻ്റെ പുറകെ ഒരു കാരണമുണ്ടായിരുന്നു. ഈ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവലിംഗത്തെ കാണിക്കുന്നു, വെറ്റില യോനിയെ കാണിക്കുന്നു. അത് സ്ത്രീകൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അത് ഒരു വേർപെട്ട വിശ്വാസിക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് കണ്ട് അവർ താലി പറിച്ചു കളയുകയാണ് ചെയ്തത്. ആ തലമുറയിൽ അത് ചെയ്തെങ്കിലും പല കാര്യങ്ങൾ വിട്ടെങ്കിലും ഇന്നും വിടാത്ത ധാരാളം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ലക്ഷണങ്ങൾ നോക്കുക, രാഹു കേതു കാലം നോക്കുക, അതുപോലെ തന്നെ ഗ്രഹപ്രവേശനത്തിൻ്റെ സമയത്ത് വാസുദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പാല് കാച്ചുക, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇന്നും വേർപാടുകാർ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിട്ടു എന്നാൽ അത് നമ്മളെ വിട്ടിട്ടില്ല, ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. ഒത്തിരി പരിചയങ്ങൾ, നമ്മുടെ ലൈഫിലുള്ള ധാരാളം പരിചയങ്ങൾ അതിൽ നിന്ന് വരുന്നതാണ്. ഈ പെന്തിക്കോസ്തുകാരെ ശപിക്കുന്നതും ശാപം പൊട്ടിക്കുന്നതും ഇതെല്ലാം അതിൽ നിന്ന് വന്നതാണ്. ശാപം എന്ന് പറഞ്ഞാൽ അത് പഴയ നിയമത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പുതിയ നിയമം തുടങ്ങിയതോടെ ആ പ്രാക്ടീസസ് എല്ലാം മാറി. അതുകൊണ്ട് ശാപം പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇന്നില്ലാത്ത കാര്യം പൊട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ബിക്കോസ് അത് ആ വിജാതീയ വിശ്വാസങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസാണ്. അങ്ങനെ ധാരാളം ഇൻഫ്ലുവൻസസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ചിലർ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല, വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോപിക്കും. വാട്ട് ഈസ് ദാറ്റ്? അതെല്ലാം വിജാതീയ വിശ്വാസത്തിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഓർപ്പിക്കുന്നത്, അവിടെ നിങ്ങൾ വിട്ടിട്ട് വന്ന ആ ദേവന്മാരെ തിരിച്ചെടുക്കരുത്. 15, യഹോവയെ സേവിക്കുന്നത് നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സോ അറ്റ്ലീസ്റ്റ് ഇവിടെ നാം കാണുന്നത് ഒരു സ്പിരിച്വൽ ലീഡർ തൻ്റെ ജീവിതത്തിൽ താൻ ലഭിച്ച വിളി മനസ്സിലാക്കി അതിനനുസരിച്ച് വിശ്വസ്തയോടെ ജീവിച്ചു. യോശുവയുടെ പുസ്തകത്തിൻ്റെ ഔട്ട്ലൈൻ ഒന്നെടുത്താൽ, നിങ്ങളുടെ കയ്യിലുള്ള ആ യോശുവയുടെ രേഖാചിത്രം ഒന്നെടുത്താൽ അതിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെ കനാൻ കൈവശമാക്കുന്നു. 13-ന്റെ 8 തൊട്ട് 24-ന്റെ അവസാനം വരെ കനാനിലെ താമസ ക്രമീകരണം. നാച്ചുറലി ലാൻഡ് പിടിച്ചെടുക്കുമ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട് അവർക്ക് ഏറ്റവും നല്ല പോർഷൻ കിട്ടണം. കാരണം ഇവർ കന്നുകാലി വളർത്തുന്നവരായിരുന്നു. ഇനിയും കൃഷി തുടങ്ങാൻ പോകാനുള്ള പ്ലാനായിരുന്നു. കേരളത്തുകാരായ നമുക്കറിയാമല്ലോ, നല്ല ഫെർട്ടൈലായിട്ടുള്ള ഭൂമി കിട്ടണം എന്നെല്ലാവരും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് ഭൂമി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിലേത് ദൈവം വെച്ച നായകനായ യോശുവ അത് ഓരോ ഗ്രൂപ്പിനും അവരവർക്ക് വേണ്ട രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തായിട്ട് കാണുന്നു. എന്നാൽ അതിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വിഭാഗിച്ചു കൊടുത്തതിൽ എല്ലാ പോർഷൻസ് ഒന്നും അവർ കൈവശമാക്കിയില്ലായിരുന്നു.
അത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അത് കുറേയേറെ അവർ ആക്കിക്കഴിഞ്ഞത് ഡിവൈഡ് ചെയ്തു. അത് ഡിവൈഡൊക്കെ ചെയ്തെങ്കിലും കുറേ പോർഷൻ ഇനി അവരെ ഫൈറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ടായിരുന്നു. അത് അവരെ ആ ചുമതല ഏൽപ്പിച്ചിട്ടാണ് യോശുവ കടന്നു പോകുന്നത്. എന്നാൽ അത് അവർ ചെയ്തില്ല എന്ന് നമ്മൾ കാണുന്നു. ആ നാടുകളിലുള്ള ആളുകൾ അവിടെ തന്നെ പാർത്തതായിട്ടും, അങ്ങനെ പാർത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ മോഹിപ്പിക്കും എന്ന് ദൈവവചനം പറഞ്ഞതുപോലെ തന്നെ യോശുവയുടെ ഗ്രന്ഥത്തിലും യോശുവ പോയി കഴിഞ്ഞ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ നാം കാണുന്നു. ഇന്ന് 21-ാം നൂറ്റാണ്ടിലുള്ള നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് എന്ത് ലെസൺസ് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കിതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ലഭിക്കുന്നു. അതിലെ ഏറ്റവും വലിയ പാഠമാണ് നമ്മൾ എന്നാൽ വിട്ടെന്ന് പറഞ്ഞ പല കാര്യങ്ങൾ രൂപം മാറി മറ്റ് പല രൂപങ്ങളിൽ ഇന്നും നമ്മുടെ മധ്യേ ഉണ്ട്. അതിലെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ന് ബഹുജന മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന ഈ ഊതി വീഴ്ത്തൽ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പേരിലുള്ള നൃത്തം, കൊര, ഷർദിൽ, പ്ലസ് എന്തെല്ലാം രീതിയിലുള്ള പെർവേർഷൻസാണ്. അതെല്ലാം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്ലീസ് റിമെമ്പർ, ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് വന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഊതി വീഴ്ത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പൈശാചികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. സാത്താൻ്റെ ആരാധന, സാത്താൻ്റെ ദൂതന്മാരുടെ ആരാധന നമ്മൾ വിട്ടുകഴിഞ്ഞതാണ്. എന്നാൽ ഇന്നും പല പ്രീച്ചേഴ്സ് അത് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്രമേണ പല വേർപാട് വിശ്വാസികൾ അതിൻ്റെ നെറ്റിൽ വീഴുന്നുണ്ട്. ഓ ബ്രദറെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അപ്പോൾ അത് തെറ്റ് എങ്ങനെ പറയാൻ സാധിക്കത്തില്ല. എൻ്റെ ഒരു ചോദ്യം, കണ്ണും കൊണ്ട് കാണുന്നത് എല്ലാം ശരി എന്ന് പറയാൻ സാധിക്കുമോ? ഒരു മദ്യപൻ മദ്യപിച്ച് ഏറ്റവും അശ്ലീലമായിട്ടുള്ള തെറി വിളിച്ചുകൊണ്ട് റോഡിൽ കൂടെ കടന്നു പോകാൻ ഞാൻ കണ്ണും കൊണ്ട് കണ്ട അതുകൊണ്ടത് ശരിയാകുന്നു? നമ്മുടെ മുൻപിൽ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു, ആ ആക്സിഡൻറ്റ് കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് നീതീകരിക്കാൻ സാധിക്കുമോ? സോ ഈവൻ നമ്മുടെ സംസാര രീതി പോലും ഒരു വിഷയത്തെ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ അനലൈസ് ചെയ്യുന്നതിന് പകരം മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ സ്ലോഗൻസ് ഉപയോഗിച്ച് നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഗൈഡ് ചെയ്യുന്ന ആ രീതിയിൽ നമ്മളായിട്ടുണ്ട്. സോ ഈ പുസ്തകത്തിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഒരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്. അതോടൊന്ന് ഓർപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പല പാട്ടുകൾ സ്വർഗവും കനാനും തമ്മിൽ തുലനം ചെയ്യുന്നു. കനാൻ സ്വർഗത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്ന് പല പാട്ടുകളിലുണ്ട്. അത് തെറ്റായൊരു റെപ്രസെൻറ്റേഷനാണ്. കനാനിൽ അവരുമുണ്ടായിരുന്നു, വിജാതീയരും ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. കനാൻ അവർ ഓരോ ഏരിയ യുദ്ധം ചെയ്ത് അവർ പിടിച്ചെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. സ്വർഗത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. കനാനിലായിരുന്ന സമയത്ത് അവർ അധ്വാനിക്കണമായിരുന്നു. സ്വർഗത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. കനാനിൽ അവർ പാപത്തിൽ വീഴുവാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലുമുള്ള ആകർഷണങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ അങ്ങനെയില്ല. കനാൻ സ്വർഗത്തിൻ്റെ ഒരു പിക്ചറല്ല, നേരെ മറിച്ച് വിടുതൽ പ്രാപിച്ച് ദൈവം പ്രോമിസ് ചെയ്ത ആ ജീവിതത്തിലോട്ടുള്ള പ്രവേശനത്തെ കാണിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തെയാണ് ഇന്ന് അത് കാണിക്കുന്നത്. കനാനിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരു ലെസൺ ആയിട്ടിരിക്കട്ടെ. ഇന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നൗ യു ഗോ ആൻഡ് കോങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ നിയമ കാലത്ത് നമ്മളത് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനെ കോങ്കർ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ ഇന്നത് നിങ്ങളെ മോഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ അതിൻ്റെ സമാന്തരമായിട്ട് ഇന്ന് എന്താ ഉള്ളതെന്നോ അത് നമ്മളെ മോഹിക്കാൻ പാടില്ല, നമ്മളെ വീഴ്ത്താൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ യോശുവയുടെ പുസ്തകത്തിൽ ഏകദേശം 30 വർഷങ്ങളുടെ ഹിസ്റ്ററി നാം കാണുന്നു. അത് കഴിഞ്ഞ് സിംഗിൾ ലീഡർഷിപ്പിൻ്റെ കാലം കഴിഞ്ഞ് യോശുവ കഴിഞ്ഞ് ദൈവം യോശുവയ്ക്ക് ഒരു സക്സസറിനെ ഫിക്സ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ദൈവം ആവശ്യത്തിനനുസരിച്ച് ലീഡേഴ്സിനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു.
അത് ന്യായാധിപന്മാരുടെ ബുക്കിൽ. ന്യായാധിപന്മാരുടെ ബുക്കിൽ ഏകദേശം 350 വർഷങ്ങളുടെ ഹിസ്റ്ററി കാണുന്നു. എന്നാൽ ന്യായാധിപന്മാരുടെ ഒരു പ്രത്യേകത, ഈ 350 വർഷങ്ങളുടെ ഹിസ്റ്ററി കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ ഉൽപ്പത്തിയിൽ ആദാം തൊട്ട് യോസേപ്പ് വരെയുള്ള ഹിസ്റ്ററി കണ്ടിന്യൂസ് ആയിട്ട് തരുന്നത് പോലെയോ, അല്ലെങ്കിൽ സംഖ്യാപുസ്തകത്തിൽ ഏതാണ്ട് 11 അധ്യായങ്ങളിൽ 39 വർഷങ്ങളുടെ ഹിസ്റ്ററി കണ്ടിന്യൂസ് ആയിട്ട് തരുന്നതോ, അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകത്തിൽ 30 വർഷം കൊണ്ട് അവർ വിജയിച്ച കാര്യങ്ങൾ, യുദ്ധം ചെയ്തതും വിജയിച്ച കാര്യങ്ങളുടെ ഹിസ്റ്ററി കണ്ടിന്യൂസ് ആയിട്ട് തരുന്നത് പോലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 350 വർഷങ്ങളുടെ ഹിസ്റ്ററി തുടർച്ചയായിട്ട് തരുന്നില്ല. നേരെ മറിച്ച് ന്യായാധിപന്മാരുടെ പ്രത്യേകത സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യം, ഇന്ന ആളിനെ ദൈവം എഴുന്നേൽപ്പിച്ചു, ഇന്ന ആളിനെ ദൈവം എഴുന്നേൽപ്പിച്ചു, ഇന്ന ആളിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ച എല്ലാവരും ഒരേ ഗോത്രത്തിൽ നിന്നല്ലായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരേ കുടുംബത്തിൽപ്പെട്ടവർ അല്ലായിരുന്നു, ഒരു വ്യക്തിയുടെ മകൻ അല്ലായിരുന്നു മറ്റേത്. അങ്ങനെയാണ് ദൈവം അവരെ എഴുന്നേൽപ്പിച്ചത്. ന്യായാധിപന്മാരുടെ ഒരു പ്രത്യേകത, ദൈവഭരണം ശരിയായിട്ട് അത് ദൈവം ഇമ്പോസ് ചെയ്ത ഒരു സമയമായിരുന്നു. ആക്ച്വലി അവർ കനാനിൽ പ്രവേശിച്ചപ്പോൾ തൊട്ട് ദൈവഭരണമായിരുന്നെങ്കിലും ഒരു 30 വർഷം അവരെ നയിക്കാൻ വേണ്ടി ഒരു നായകനെ കൂടെ ദൈവം വെച്ചു. ആ നായകനിൽ കൂടെ ദൈവം തൻ്റെ സന്ദേശങ്ങൾ നൽകി. അടുത്ത 350 വർഷം ശരിയായ ദൈവഭരണമായിരുന്നു. ദൈവം തൻ്റെ ജനത്തെ ഭരിച്ചു. അവർക്ക് 7 ബുക്സ് ലിഖിത രൂപത്തിൽ കൊടുത്തിരുന്നു. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളുണ്ടായിരുന്നു, യോബിൻ്റെ ഗ്രന്ഥം ഉണ്ടായിരുന്നു, യോശുവയുടെ ഗ്രന്ഥം ഉണ്ടായിരുന്നു. അങ്ങനെ 7 ബുക്സ്, 5, 6, 7 ബുക്സ് ദൈവം അവർക്ക് നൽകിയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ദൈവം അവർക്ക് പ്രോമിസ് ചെയ്ത നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞപ്പോൾ വരമൊഴിയായിട്ട് ദൈവവചനത്തിൻ്റെ അവർ അറിഞ്ഞിരിക്കേണ്ട 7 ബുക്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ 7 ബുക്സും അതുപോലെ തന്നെ ദൈവം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽപ്പിച്ച ജഡ്ജസ്, പ്രവാചകന്മാരെ, ഇവരുടെ ടീച്ചിങ് ആൻഡ് ഇവരുടെ ലീഡിങ്ങിൽ ദൈവജനം വളരെ ഭയത്തോടും ഭക്തിയോടെ ജീവിക്കും എന്ന് ദൈവം ആഗ്രഹിച്ചു. ആഗ്രഹിച്ച രീതിയിലാണോ നടന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 25-ൽ നാം വായിക്കുന്നത്, 21 ലാസ്റ്റ് അധ്യായം. ന്യായാധിപന്മാർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ദൈവം അവരെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന എന്ത്? 21-25 ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് രാജാവില്ലായിരുന്നെന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് രാജാക്കന്മാരെ അപ്പോയിൻറ്റ് ചെയ്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ദൈവം തൻ്റെ വചനം ലിഖിതമായിട്ട് കൊടുത്തു. 7 ബുക്സ്. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ വളരെയധികം എഡ്യൂക്കേഷനുള്ള ആളുകളായിരുന്നു. യഹൂദന്മാർ ന്യായാധിപന്മാരുടെ കാലത്ത് കുട്ടികളെ നമ്മൾ നിലത്തെഴുത്തിന് വിടാറില്ല, ആശാന്മാട്ടെ വിടാറുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് സ്ലേറ്റ് കൊടുക്കുമായിരുന്നല്ലോ. ആ രീതിയിൽ അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എഴുതാൻ വേണ്ടി പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പ്ലസ് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മൺപാത്രം അല്ലെങ്കിൽ പോളിഷ് ചെയ്യാത്ത കളിമണ്ണും കൊണ്ടുള്ള പാത്രം പൊട്ടിക്കഴിഞ്ഞാൽ ആ പാത്രം കളയത്തില്ലായിരുന്നു. നമ്മുടെ കുട്ടികൾ റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് റഫ് പേപ്പർ കൊടുക്കുന്നത് പോലെ ഈ പൊട്ടിയ പാത്രങ്ങളും അതുപോലെ തന്നെ പൊട്ടിയ ഈ പോളിഷ് ചെയ്യാത്ത ഈ ഭരണി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഭരണി എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിരുന്നു. കാരണം വീഞ്ഞ് അവരുടെ എവറി ഡേ ഒരു നീഡുള്ളതും വളരെയധികം ബിസിനസ്സിന് വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ, ഒരു ടാങ്കിൻ്റെ അകത്ത് 10-30,000 ലിറ്റർ എന്നായിരുന്നു ഞാൻ പറഞ്ഞത്, തെറ്റായിരുന്നു. 10-30,000 ഗാലൻ എന്ന് പറഞ്ഞാൽ 5 ലിറ്ററാണ്. അത് പ്രത്യേക രീതിയിലുള്ള ഭരണികൾ, ആംഫോര എന്ന് പറയുന്നതല്ല സ്റ്റോർ ചെയ്തത്. അതിൽ പൊട്ടുന്നൊന്നും കളയത്തില്ലായിരുന്നു. അതെല്ലാം എടുത്ത് കുട്ടികൾ അതിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സോ
ഇസ്രായേൽ മക്കളല്ലേ, യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. തെളിവ്, അവർ എഴുതിയ റഫ് വർക്ക് 10,000 പീസസ്, ഈ പൊട്ടിയ ചട്ടികളും പൊട്ടിയ കുടവും അതുപോലെ തന്നെ ഈ അംഫോറ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ സംഖ്യ, പട്ടിക, കാലണ്ടർ, ഗ്രാമർ ഇതെല്ലാം പഠിപ്പിക്കുമായിരുന്നു. സോ അത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾ, ധാരാളം ഈ മൃഗങ്ങളെ വളർത്തുന്ന ആളുകളായതുകൊണ്ട് ധാരാളം തോല്, സ്വന്തം നാട്ടിൽ സെറ്റിലായി, അത് കല്ലും കൊണ്ടുള്ള ഭവനങ്ങളിൽ വസിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് പുസ്തകങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കുവാൻ വേണ്ടി ധാരാളം ഫെസിലിറ്റി, പ്ലസ് ഈ ശാസ്ത്രിമാർ അവരുടെ ഇടയ്ക്ക് നമ്പേഴ്സ് കൂടി തുടങ്ങി, അപ്പം കോപ്പി ചെയ്യാൻ വേണ്ടി ശാസ്ത്രിമാർ, ഒരു സമൂഹത്തിന് ആത്മീകമായിട്ട് ജീവിക്കാൻ പര്യാപ്തമായ എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് നൽകി. അതിനനുസരിച്ച് അവർ ജീവിച്ചു. 350 വർഷം കഴിഞ്ഞ് ഇവിടെ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, അവർ അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ലിഖിത രൂപത്തിൽ ന്യായപ്രമാണമുണ്ട്, അതിൻ്റെ കോപ്പീസ് ദൈവജനത്തിന് വളരെ ഈസി ആയിട്ട് അവൈലബിളാണ്. ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് ദൈവവചനം വായിക്കാൻ സാധിക്കും. പ്ലസ് അവരുടെ ഇടയ്ക്ക് ദൈവം ധാരാളം പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ന്യായാധിപന്മാരെയും ദൈവം അവിടെ റേസ് ചെയ്തു. വാട്ട് വാസ് ദ റിസൾട്ട്? എൻ്റെ ആയപ്പോഴത്തേക്ക് ഓരോരുത്തരും താൻ ബോധിച്ചതുപോലെ നടന്നു. ന്യായപ്രമാണത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ഒരു പ്രത്യേക കാര്യം വായിക്കുന്നു. ന്യായാധിപന്മാർ 2:15, യഹോവ അരുളി ചെയ്തതുപോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നത് പോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ചെയ്തു. ദൈവം പറഞ്ഞു, പ്ലീസ് ബി കെയർഫുൾ അല്ലായിരുന്നു. പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് കരഞ്ഞ് വിലപിച്ചു കഴിഞ്ഞപ്പോൾ 16-ാം വാക്യം, എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. സോ ദൈവജനത്തെ ഒപ്പോസ് ചെയ്ത ആളുകൾ ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ വിലപിച്ചപ്പോൾ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അതിൽ പല ന്യായാധിപന്മാർ ഭയങ്കര യുദ്ധത്തിന് ലീഡേഴ്സൂടായിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ, ലുക്ക് അറ്റ് ദിസ്, ദൈവം എഴുന്നേൽപ്പിച്ചു. അവരോ എന്ന് പറഞ്ഞാൽ ദൈവജനമോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്തു, അവയെ നമസ്കരിച്ചു, തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെ ഇരുന്ന് അവൻ്റെ കാലത്തൊക്കെ അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ലുക്ക് അറ്റ് ദിസ്. ന്യായാധിപന്മാരുടെ 380 വർഷങ്ങളുടെ ഹിസ്റ്ററി നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവം എല്ലാം നൽകി, പ്ലസ് ലീഡേഴ്സിനെ നൽകി. വാട്ട് ഈസ് ദ റിസൾട്ട്? അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തെ വിട്ട് മാറിപ്പോയി. എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാരിൽ ചിലരുടെ പേര് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഏറ്റവും ആദ്യമേ ദൈവം എഴുന്നേൽപ്പിച്ചത് ഓത്നിയേലിനെയായിരുന്നു, യൂദാ ഗോത്രത്തിൽ നിന്ന്. അടുത്തതായിട്ട് എഴുന്നേൽപ്പിച്ചത് യഹൂദ്, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നായിരുന്നു. അടുത്തത് ശംഗർ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ സാധിക്കത്തില്ല, അതുകൊണ്ടൊന്ന് കേട്ടേച്ചാൽ മതി. ദൈവം അനുവദിച്ചാൽ ഈ ചാർട്ടൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ശംഗർ ഏത് ഗോത്രമാണെന്നറിയത്തില്ല. ഇതിൽ ഓത്നിയേൽ മെസോപ്പൊട്ടാമിയൻസ് ഇവരുടെ ശത്രുക്കളായി വന്നപ്പോൾ അവരിൽ നിന്ന് രക്ഷിച്ചു. യഹൂദ് മോവാബ്യരിൽ നിന്ന് രക്ഷിച്ചു. ശംഗർ ഫിലിസ്റ്റീൻസിൽ നിന്ന് രക്ഷിച്ചു. അത് കഴിഞ്ഞ് ദൈവം ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു, ദെബോറ. എഫ്രൈം ഗോത്രത്തിലെ ദെബോറ കനാനൈറ്റ്സ്, നാട്ടുകാരുടെ ഓപ്പറേഷനിൽ നിന്ന് അവരെ രക്ഷിച്ചു. പിന്നെ അപ്പോൾ ദെബോറയുടെ പേര് ഇന്നും ആളുകൾ വളരെ സന്തോഷത്തോടെ അവരുടെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. അത്രയും വലിയൊരു ലീഡറായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന അതുപോലുള്ളൊരു ലീഡറാണ് ഗിഡേൻ. മനശ്ശെ ഗോത്രത്തിൽ നിന്നുള്ള ഗിഡേൻ മിദ്യാനൈറ്റ്സിൽ നിന്ന് അവരെ രക്ഷിച്ചു.
ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, മെസോപ്പൊട്ടാമിയക്കാർ, മോവാബ്യക്കാർ, ഫിലിസ്റ്റീൻസ്, കനാനൈറ്റ്സ്, മിദ്യാനൈറ്റ്സ്, അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അമ്മോനൈറ്റ്സിനെ കുറിച്ച് കാണുന്നു. ദൈവജനം എവിടെ പാർത്താലും, ഈവൻ ദൈവജനം മാത്രം ഒന്നിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന നാടാണെങ്കിൽ പോലും എനിമീസ് ഉണ്ടാകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇന്ത്യയിൽ ഇന്ന് പല ക്രിസ്തീയ സ്ഥാപനങ്ങളുണ്ടല്ലോ, ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ. അവിടെ പഠിച്ചിട്ടുള്ള ധാരാളം കുട്ടികളെ ഞാൻ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, ഈവൻ ക്രിസ്ത്യൻ പേരുള്ള സ്ഥാപനങ്ങൾ പോലും പലപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തെ അപ്ഹോൾഡ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഓർക്കും, കുട്ടിയെ ക്രിസ്ത്യൻ കോളേജിലോട്ട് വിട്ടു, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വിട്ടു, അല്ലെ ഇന്നടത്ത് ക്രിസ്ത്യൻ കോളേജിൽ വിട്ടു, ഇനി അവൻ്റെ ലൈഫ് വളരെ വിശ്വസ്തയോടെ നയിക്കാൻ എല്ലാം ഉണ്ട്. നോ, കനാനിൽ തന്നെ അവർക്ക് പലവിധ ശത്രുക്കൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ നാം ഈവൻ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുവാണെങ്കിൽ പോലും നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി അവിടെ ആളുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കും, ഒരു ബൈബിൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വളരെ സ്പിരിച്വലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നോ, ഒരു തെറ്റിദ്ധാരണയാണ്. ബൈബിൾ സ്കൂളിൽ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ വളരെയധികം നല്ല അനുകൂല സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ളത് സത്യമാണെങ്കിലും ഈവൻ ബൈബിൾ സ്കൂൾസിൽ പോലും അവിടെ പോകുന്ന ഒരു യുവാവിനെ അല്ലെ യുവതിയെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടി ധാരാളം പ്രാക്ടീസസ് ഉണ്ടാകും, ധാരാളം വ്യക്തികളുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നാം നമ്മുടെ മക്കളെയൊക്കെ ഓരോ സ്ഥാപനങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ഇനിയും വറിയൊന്നുമില്ല എന്ന് ചിന്തിക്കരുത്. ഇന്ന് വരെ അവരെ ഗൈഡ് ചെയ്യാനുള്ള അവസരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അന്ന് വരെ നാം കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഒപ്രസ് ചെയ്യാതെ അവരെക്കുറിച്ച് അന്വേഷിക്കുകയും അവരെ എല്ലാ രീതിയിൽ ഗൈഡ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. വളരെ ആത്മീക സമർപ്പണമുള്ള പല കുട്ടികൾ ഇന്ന് പിന്മാറ്റത്തിൽ ജീവിക്കുന്നു. ബൈബിൾ സ്കൂളിൽ പോയതാ, പേരൻസ് ബൈബിൾ സ്കൂളിൽ വിട്ടതാണ്. പേരൻസ് ഓർത്തു ബൈബിൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് വളരെ നല്ലതായിരിക്കും. എന്നാൽ ബൈബിൾ സ്കൂളിൽ നാം മറക്കാൻ പാടില്ലാത്ത കാര്യം, അവരുടെ കൂടെയുള്ള കുട്ടികൾ എല്ലാവരും സ്പിരിച്വൽ ആയിരിക്കണമെന്നില്ല, സാറുമാരെല്ലാവരും സ്പിരിച്വൽ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അൺസ്പിരിച്വലായിട്ടുള്ള വെറും ജഡത്താൽ നയിക്കപ്പെട്ട സാറുമാരുടെ കാരണം കൊണ്ട് എത്രയോ ബൈബിൾ സ്കൂൾസിൽ കുട്ടികളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല കേസസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ പലർ വേർപാട് സമൂഹത്തിൽ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാൻ പോയി കഴിഞ്ഞ് അവിടുന്ന് ഡിസ്മിസ് ചെയ്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വാട്ട് ഈസ് ഹിസ് സിറ്റുവേഷൻ? സഭ അവനെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ പിന്മാറ്റത്തിൽ പോയ പല കേസസ് എനിക്കറിയാം. ഇതൊക്കെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള, നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്, എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറക്കരുത്. സോ വിശ്വാസികളായ നാം ഒരിക്കലും നമ്മെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും ഓവർ കോൺഫിഡൻസിലിരിക്കരുത്. ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലോട്ടല്ലേ വിട്ടത്, ഇനിയും കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല എന്ന് ചിന്തിക്കരുത്. അത് ചിന്തിക്കാൻ കാരണമില്ല. ഹിസ്റ്ററി നമ്മെ ഓർപ്പിക്കുന്നത്, പഴയ നിയമത്തിലെ ഹിസ്റ്ററി ആണെങ്കിലും പുതിയ നിയമത്തിലെ ഹിസ്റ്ററി ആണെങ്കിലും, ദൈവജനം എവിടെ പാർക്കുന്നു അവിടെ ബഹുവിധ ശത്രുക്കൾ അവർക്കുണ്ടാകും. ഇവർ ചെന്ന് കനാനിൽ സെറ്റിലായി. കനാനിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സമൂഹമായിരുന്നെങ്കിലും മെസോപ്പൊട്ടാമിയക്കാർ അവരെ ആദ്യം എതിർത്തു, മോവാബ്യർ എതിർത്തു, ഫിലിസ്റ്റീൻസ് അവരെ എതിർത്തു, കനാനൈറ്റ്സ് അവരെ എതിർത്തു, മിദ്യാനൈറ്റ്സ് അവരെ എതിർത്തു, അമ്മോനൈറ്റ്സ് അവരെ എതിർത്തു. അതല്ലാതെ 5 or 6 എണ്ണം ദൈവവചനത്തിൽ അത് ഏത് ഗ്രൂപ്പാണ് അവരെ എതിർത്തതെന്ന് പറയുന്നില്ല, എന്നാൽ എതിർത്തായിട്ട് നാം കാണുന്നുണ്ട്. സോ ഒരു ക്രിസ്തീയ വിശ്വാസി ഈ ലോകത്തിൽ എവിടെ പോയി ജീവിച്ചാലും എവിടെ പോയി പാർത്താലും പൂർണ്ണമായിട്ട് അവന് സമാധാനം ഉണ്ടാകത്തില്ല. അവൻ്റെ വിശ്വാസത്തെ എന്നും ആളുകൾ വെല്ലുവിളിക്കുമെന്ന് മാത്രമല്ല, അവൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ നോക്കും. അവനെ ഏതെങ്കിലും രീതിയിൽ അവൻ്റെ വിശ്വസ്തതയിൽ നിന്ന് അകറ്റാൻ നോക്കും.
ആ വിശ്വസ്തത അവൻ വിട്ടുമാറുന്നില്ലെങ്കിൽ അവനെ നശിപ്പിക്കാൻ നോക്കും. ഈവൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലുവാൻ വേണ്ടി പോലും ശ്രമിക്കും എന്നുള്ളത് ദൈവജനം ഒരിക്കലും മറക്കരുത്. ഈ പുസ്തകം 380 വർഷത്തെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്, ഒരു എഴുത്തുകാരനെ കൊണ്ട് എഴുതാവുന്ന കാര്യമല്ല. ഇത് ശമൂവേലാണ്. ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഓറൽ ഹിസ്റ്ററിയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ശമൂവേലാണ് ഈ ഗ്രന്ഥം രചിച്ചത്. കാരണം ന്യായാധിപന്മാരിൽ ഏറ്റവും അവസാനം ദൈവം എഴുന്നേൽപ്പിച്ചത് ശമൂവേലായിരുന്നു. ശിംശോൻ, അത് കഴിഞ്ഞ് ശമൂവേൽ. യഹൂദന്മാർക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ 380 വർഷങ്ങളുടെ ഹിസ്റ്ററി ലിഖിത രൂപത്തിൽ യഹൂദന്മാർ പ്രിസർവ് ചെയ്തു. ഒന്നിലധികം ആളുകൾ അത് പ്രിസർവ് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനനുസരിച്ച് ഈ പ്രിസർവ് ചെയ്ത ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ ശമൂവേൽ അത് കംപ്ലീറ്റ്ലി കമ്പൈൽ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ 380 വർഷങ്ങളിൽ ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് 7 ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതായിട്ട് നാം കാണുന്നു. അത് നമ്മളിൽ ഓരോരുത്തർക്കും അതൊരു പാഠമായിരിക്കട്ടെ. ഒന്ന്, അവർ ചെന്ന് കനാൻ കംപ്ലീറ്റ്ലി കീഴടക്കണം എന്ന് ദൈവവും പറഞ്ഞിരുന്നു, മോശയും പറഞ്ഞിരുന്നു, യോശുവയും പറഞ്ഞിരുന്നു. എന്നാൽ ജഡ്ജസിൻ്റെ പുസ്തകം കനാൻ പ്രവേശിച്ചു 30 വർഷം കഴിഞ്ഞ് അടുത്ത 380 വർഷങ്ങളിൽ അവർ അത് ചെയ്തില്ല. അവർക്ക് ലഭിച്ച വിജയം ഭാഗികമായിരുന്നു. അവർ കനാൻ കംപ്ലീറ്റ് അവരുടെ കൈ പിടിച്ചടക്കേണ്ടതായിരുന്നു, നടന്നില്ല. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ച എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിജയം ലഭിക്കാത്തതിൻ്റെ കാരണം, ശ്രമിക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, വിജയം ലഭിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അവർക്ക് മറ്റൊരു കാര്യം ചെയ്യേണ്ടി വന്നു. ഇത് ദൈവജനം ഇവിടുന്ന് വേണം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിൽ ആപ്ലിക്കബിളാണ്. അവർ തോൽപ്പിക്കേണ്ടവരെ തോൽപ്പിച്ച് അവരെ അവിടുന്ന് മാറ്റിക്കളയാൻ ശ്രമിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് രണ്ടാമത്തെ സ്റ്റേജ് നാം കാണുന്നത് ശത്രുവിൻ്റെ കൂടെ ഒന്നിച്ച് ആ നാട്ടിൽ പാർക്കേണ്ടി വന്നു. ഒരു ചോദ്യം വരുന്നത്, ദൈവജനം മാത്രമുള്ള ഗ്രൂപ്പ്സിൽ ജീവിക്കണം എന്നാണോ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്? അല്ല. ദൈവജനം മാത്രം പാർക്കുന്ന കോളനീസിൽ ജീവിക്കണമെന്നല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവവചനം ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യങ്ങളെ അവർ നിയന്ത്രിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളണം. അങ്ങനെ പുറന്തള്ളിയില്ലെങ്കിൽ നാമും നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസത്തെ എതിർക്കുന്ന ഫിലോസഫിയും എല്ലാം കൂടെ ഒന്നിച്ച് ജീവിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ടി വി ഇല്ല, അതുകൊണ്ട് സ്പെസിഫിക് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മുടെ ഇടയ്ക്ക് ടി വി ഉപയോഗിക്കുന്ന പലരുണ്ട്. അതിൽ പല ഫാമിലീസ്, നമ്മുടെ ഓൺ അസംബ്ലീസിൽ പല ഫാമിലീസ് അത് വളരെ കർശനമായിട്ട് നിയന്ത്രിക്കാറുണ്ട്. അതെന്തുകൊണ്ട് കർശനമായിട്ട് നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതിൽ പലരും പറയുന്ന ഒരു കാര്യം, ബ്രദറെ, ഇന്ന പ്രോഗ്രാം കുട്ടികൾ കാണാൻ പാടില്ല, അത് കണ്ടു കഴിഞ്ഞാൽ വിജാതീയ ഫിലോസഫീസ് വളരെ ആകർഷകമായ രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട് കുട്ടികൾ സ്പോയിലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? അതുതന്നെയാണ്. കനാനിൽ ദൈവജനവും ദൈവജനത്തിൻ്റെ ശത്രുക്കളും, ആ ശത്രുക്കളെ അവർ അവിടുന്ന് ഒടുക്കി പുറത്താക്കുന്നതിന് പകരം ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് ശത്രുക്കൾ ഒന്നിച്ചു ജീവിച്ചു. ആൻഡ് ഫൈനലി ആ കോ എക്സിസ്റ്റൻസ്, അത് എൻ്റെ റിസൾട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇന്ന് ഒരു മാധ്യമം എന്നുള്ള ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ.
മാധ്യമങ്ങളിൽ നമുക്ക് പാടില്ലാത്ത ഫിലോസഫീസ് നമ്മുടെ വീടുകളിൽ പ്രവേശിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ക്രമേണ അതിന് റിസൾട്ട് ഉണ്ടാകും. അത് ആക്ച്വലി ഇങ്ങനെ സൈദ്ധാന്തികമായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്നത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങളെല്ലാം പല ഭവനങ്ങളിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു ലിവിങ് റൂമുണ്ട്. കയറി വരുമ്പോൾ ആളുകൾ ഇരിക്കുന്ന ആ ലിവിങ് റൂം, ആ ലിവിങ് റൂമിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും എല്ലാം ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അർദ്ധനഗ്നയായ ഒരു പെൺകുട്ടി കടന്നു വരുന്നു, അർദ്ധനഗ്നനായ ഒരു പുരുഷൻ കടന്നു വരുന്നു, അല്ലെങ്കിൽ ഓക്കെ ഫുൾ ഡ്രസ്സ് ഇട്ടതാണെന്ന് തന്നെ നമുക്കങ്ങ് സങ്കല്പിക്കാം. കടന്നു വരുന്നു, തമ്മിൽ വർത്താനം പറയുന്നു, എഴുന്നേക്കുന്നു, അലിംഗനം ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. നിങ്ങളുടെ ലിവിങ് റൂമിൽ അത് സമ്മതിക്കുമോ? ഇല്ല. ഇൻഫാക്റ്റ് അവർ നിങ്ങളുടെ ലിവിങ് റൂമിൽ പ്രവേശിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കത്തില്ല. എന്നാൽ നാം സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? അനിയന്ത്രിതമായിട്ട് ടെലിവിഷൻ കുടുംബങ്ങളിൽ അനുവദിക്കുന്ന ആളുകൾ അത് അനുവദിക്കുന്നുണ്ട്. കാരണം ടെലിവിഷനിൽ ഇങ്ങനെയുള്ള നൃത്തങ്ങൾ ധാരാളമുണ്ട്. ചില പ്രോഗ്രാംസ് പണ്ടുണ്ടായിരുന്നു, അതിൽ അൺമാരീഡായിട്ടുള്ള ബോയ്സും അൺമാരീഡായിട്ടുള്ള ഗേൾസും തമ്മിലുള്ള പാട്ടും ഓട്ടവും മരത്തിൻ്റെ ചുറ്റിനുമുള്ള ആ ഓട്ടവും അതെല്ലാം കാണിക്കുമായിരുന്നു. എവിടെയാണ് കാണുന്നത്? ലിവിങ് റൂമിൽ. ലിവിങ് റൂമിൽ ഒരു പുരുഷനും സ്ത്രീയും കയറി വന്ന് അങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൊങ്ങയ്ക്ക് പിടിച്ചവരെ പുറത്താക്കും. എന്നാൽ ടെലിവിഷനിൽ വന്നു കഴിഞ്ഞാൽ അത് സാരമില്ലെന്നും പറഞ്ഞ് അത് ഇഗ്നോർ ചെയ്യും. അത് ഇരട്ടി ഡേഞ്ചറസ് ആണ്. കാരണം നാം ഏത് കാര്യത്തെ കാണുന്നു, ഏത് കാര്യം കാണാൻ നമ്മുടെ കുട്ടികളെ അനുവദിക്കുന്നു, അത് പാടില്ലാത്ത കാര്യങ്ങൾക്കുള്ള എതിര് കുറയ്ക്കുന്നു. ഗ്രാജ്വലി അത് ആ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു. അത് പ്രത്യേകം നാം മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണം ഞാൻ പറയട്ടെ. 1960കളിൽ ഇന്ത്യയിൽ 60കളിലും 70കളിലും ഇന്ത്യയിൽ ചില അശ്ലീല മാഗസീൻസ് ഉണ്ടായിരുന്നു. ആ അശ്ലീല മാഗസീൻസൊക്കെ ഈ മാഗസീൻസ് വിൽക്കുന്ന കടക്കാരെ ഏറ്റവും പുറകിലൊക്കെ തൂക്കിയിട്ട് അവരുടെ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ മാത്രമേ അവർക്ക് കൊടുക്കത്തുള്ളായിരുന്നു. അതുപോലെ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. 2000 ആയപ്പോഴത്തേക്ക് ആ അശ്ലീല മാസികകളിൽ ഒളിച്ചു വെച്ചിരുന്ന പടങ്ങളെക്കാൾ അശ്ലീലമായ അഡ്വർടൈസ്മെൻ്റാണ് ഇന്ന് കോമൺ മാഗസീൻസിൽ വരുന്നത്. കോമൺ മാഗസീൻ എന്ന് പറഞ്ഞ് ഏതൊക്കെയെന്ന് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും. റീഡേഴ്സ് ഡൈജസ്റ്റ്, ഇന്ത്യ ടുഡേ, VK, ഔട്ട്ലുക്ക്, ഇങ്ങനെയുള്ള മാഗസീൻസിൽ. ഇൻഫാക്റ്റ് എൻ്റെ കയ്യിൽ ഒരു ഫയലുണ്ടായിരുന്നു ഈ ലീഡേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി. ആ ഫയൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഇതിൽ കാണുന്ന എല്ലാ അഡ്വർടൈസ്മെൻറ്റിൽ നിന്നെടുത്തായിരുന്നു. ഇതിൽ കാണുന്നതിൽ ഏതൊക്കെ അശ്ലീല മാസികകളിൽ നിന്നെടുത്തു, ഏതൊക്കെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന മാസികകളിൽ നിന്നെടുത്തെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു മീഡിയയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോൾ ഏതാണ്ട് 25 പടങ്ങളുള്ളതിൽ അവർ 24 പടങ്ങൾ അത് അശ്ലീല മാസികകളിൽ നിന്ന് കട്ട് ചെയ്തതാണെന്നും 25ാമത്തേത് അത് ഏതോ വീട്ടിൽ നമ്മളെല്ലാം വായിക്കുന്ന മാസികകളാണെന്ന് പറയുമായിരുന്നു. സർപ്രൈസിംഗ്ലി നമ്മൾ വായിക്കുന്ന മാസികയിൽ നിന്നാണെന്ന് അവർ പറയുന്ന പടം അത് ഒരു അശ്ലീല മാസികയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ബാക്കി 24 എണ്ണം കോമൺ നമ്മുടെ വീടുകളിൽ വരുന്ന മാസികകളിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ അശ്ലീലമായി കഴിഞ്ഞു. സോ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും ജോൺസൺ ബ്രദറെ, അപ്പം ജോൺസൺ ബ്രദർ അശ്ലീല മാസിക വായിച്ചു. നമുക്കുള്ള ഒരു അസുഖമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്കും വേർപാടുകാർക്കും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിൽ നിന്നുള്ള പ്രിൻസിപ്പിൾ അത് പഠിക്കുന്നതിന് വേറെ അപ്പോൾ സാറ് വായിച്ചല്ലേ അപ്പോൾ എനിക്കും വായിക്കാം അല്ലേ, ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്ലീസ് റിമെമ്പർ വൺ തിങ്, ഞാൻ വായിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, എനിക്കതെങ്ങനെ ലഭിച്ചെന്നുള്ളതല്ല. ഞാൻ റീഡേഴ്സ് ഡൈജസ്റ്റ് വായിക്കാറുണ്ട്, ഇന്ത്യ ടുഡേ വായിക്കാറുണ്ട്, വായിച്ചപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തതാണ്. ബട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഗ്രാജ്വലി മാധ്യമങ്ങളിൽ കൂടെ നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ലാത്ത രീതിയിലുള്ള ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുതന്നെയാണ് കനാലിൽ നടന്നത്. അവർ ഇവരെ പുറത്താക്കണമായിരുന്നാക്കിയില്ല. അപ്പം 1 അവരെ പുറത്താക്കിയില്ല, 2 പുറത്താക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ഇവർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങി. ഒന്നിച്ച് ജീവിച്ചു കഴിയുമ്പോൾ കുറച്ചൊക്കെ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകും.
അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യമേ ഇവരെ പുറത്താക്കിയില്ല. നമ്പർ 2, കോ എക്സിസ്റ്റൻസ്, ഒന്നിച്ചവർ സഹജീവികളായിട്ട് അവിടെ ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സഹകരണം തുടങ്ങി, കോഓപ്പറേഷൻ തുടങ്ങി. യഹൂദന്മാർക്ക് ബിസിനസ്സിന് വേണ്ടി അവരെ വേണം, അവർക്ക് യഹൂദന്മാരെ വേണം. അങ്ങനെ കോഓപ്പറേഷൻ തുടങ്ങി. ആ കോഓപ്പറേഷൻ്റെ അതിൻ്റെ ഏറ്റവും പീക്കിലെത്തിയത് നമ്മൾ എസ്രാ നെഹമ്യാവിൽ കാണുന്നുണ്ട്. അവിടെ ദേവാലയത്തിൻ്റെ ഉള്ളിലുള്ള വലിയ ഗോഡൗൺസൊക്കെ സൻബല്ലത്തിനും തോബിയാവിനും ഒക്കെ കൊടുത്തിരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സോ മൂന്നാമത്തെ സ്റ്റേജിൽ ശത്രുവുമായിട്ടുള്ള കോഓപ്പറേഷൻ, സഹകരണം തുടങ്ങുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നാലാമത്തെ സ്റ്റേജ്, അങ്ങനെ സഹകരിക്കാൻ പാടില്ലാത്ത ആളുകളോട് സഹകരിക്കുക. അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടായ്മ പാടില്ലാത്ത വിഷയങ്ങളുമായിട്ടോ വ്യക്തികളുമായിട്ടോ കൂട്ടായ്മ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് സംഭവിക്കുന്നത് അവർ നമ്മുടെ ചിന്താഗതിയെ കറപ്റ്റാക്കും, പൂർണ്ണമായിട്ടും കറപ്റ്റാക്കി കളയും. നിങ്ങൾ ചോദിച്ചു വന്നിരിക്കും, ജോൺസൺ ബ്രദറെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എക്സാമ്പിൾസ് വല്ലതും പറയാൻ സാധിക്കുമോ? ഞാൻ എത്രയോ ഉദാഹരണങ്ങൾ ഇതിന് മുൻപ് പറഞ്ഞു. ക്രിസ്തീയ വിശ്വാസത്തെ പല രീതിയിൽ മറ്റുള്ളവർ കറപ്റ്റ് ചെയ്തതും അങ്ങനെയുള്ള കറപ്റ്റായിട്ടുള്ള പ്രാക്ടീസസ് നമ്മുടെ ഇടയ്ക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഈയിടെ ഒരു വേർപാടുകാരുടെ ഒരു കല്യാണം കഴിഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ നിന്ന് ചെറുക്കനും പെണ്ണും അലിംഗനം ചെയ്ത് ഫേസ് ടു ഫേസ് ചുംബനം ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഇൻ്റർനെറ്റിൽ. ആരോ അത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ കൾച്ചറിനനുസരിച്ച് അത് ഒരു രീതിയിലും സ്വീകാര്യമായ കാര്യമല്ല. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു പേഴ്സണൽ അഫെയറാണ്. പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കാക്കാൻ പാടില്ല. എന്നാൽ പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ ചെന്ന് അവിടുള്ള ജഡീകന്മാരുമായിട്ട് കൂട്ടായ്മയിൽ ഇരുന്ന് കഴിഞ്ഞ് ജഡീകന്മാർ ചെയ്യുന്നത് ഇവിടെ വന്ന് നമ്മൾ സഭയിൽ അവതരിപ്പിക്കുക. അതൊരു എക്സ്ട്രീം ഒരു കേസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള എത്രയോ പ്രാക്ടീസസ് നമ്മുടെ ഇടയ്ക്ക് ഇന്ന് കാണാൻ സാധിക്കും. സോ നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ പുറന്തള്ളാത്ത നമ്മുടെ ശത്രു നമ്മളെ കറപ്റ്റാക്കുന്നു. 5, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം അച്ചടക്ക നടപടി എടുക്കുന്നു. ഡിസിപ്ലിൻ, അത് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷിച്ചിട്ടും നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇന്നത് അതിനേക്കാൾ ഹാർഡായിട്ട്. അങ്ങനെ എത്രയോ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞിട്ടും അവർക്കൊരു മാനസാന്തരം വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അടിമകളായിട്ട് ലോകം മുഴുവൻ ചിതറിക്കളയുമെന്ന് ദൈവം പറഞ്ഞു. അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഓൾമോസ്റ്റ് നമ്മൾ അടുത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവം അച്ചടക്ക നടപടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നാം ദൈവമക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ അനുകമ്പ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നാം മക്കളെ ശിക്ഷിക്കുന്നത് അവരെ ഇല്ലായ്മ ചെയ്യാനാണെന്നോ ചുമ്മാതെ വേദനിപ്പിക്കാനാണെന്നോ? നോ. ഞാൻ സ്ട്രിക്റ്റ് ഒരു ഡിസിപ്ലിനേറിയനായിരുന്നു. നിങ്ങളൊക്കെ ചിലപ്പം വാക്കും കൊണ്ടായിരിക്കും നിങ്ങളുടെ മക്കളെ നിയന്ത്രിച്ചത്. ഞാൻ നല്ല ഇലക്ട്രിക്കൽ വയറിൻ്റെ ഒരു പീസും കൊണ്ടായിരുന്നു. അതാവശ്യമായിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ മക്കളെ ശിക്ഷിക്കേണ്ടി വന്നു. വയറും കൊണ്ട് കയ്യിൽ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് ഡാഡി എന്നും പറഞ്ഞ് എൻ്റെ കാലിൽ തന്നെ കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞതായിട്ട്. അപ്പം അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എനിക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവരെ ഡിസിപ്ലിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്, അവരെ ചിലപ്പം വേദനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതവരെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, അവരോടുള്ള അനുകമ്പയും കൊണ്ട്, അവരോടുള്ള സ്നേഹത്തിൻ്റെ കാരണം കൊണ്ടാണ്. സോ ദൈവം അച്ചടക്ക നടപടി എടുക്കുമ്പോൾ ദൈവജനം യോശുവയുടെ പുസ്തകത്തിൽ ദൈവത്തോട് തിരിച്ച് വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവം അവരോട് അനുകമ്പ കാണിച്ച് അവർക്ക് വിടുതൽ നൽകുന്നത് കാണുന്നുണ്ട്. എന്നാൽ പിന്നെയും ഈ പുസ്തകത്തിൽ നാം കാണുന്ന ദൈവം അച്ചടക്ക നടപടി എടുത്ത് അവർക്ക് വേദന ഉണ്ടായിക്കഴിഞ്ഞ് അവർ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം അവരോട് അനുകമ്പ കാണിക്കും.
ദൈവത്തിൻ്റെ അനുകമ്പ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികം ആത്മീയ വഷളത്വം അവരുടെ ജീവിതത്തിൽ കാണുന്നു. അങ്ങനെയാണ് ഈ 350 വർഷത്തിൻ്റെ അവസാനം ആയപ്പോഴത്തേക്ക് ഓരോരുത്തൻ താൻ ബോധിച്ചതുപോലെ നടക്കുന്നത് ദൈവവചനത്തിൽ നാം കാണുന്നത്. ആ ജഡ്ജസിനെ കുറിച്ച് ഞാൻ ചിലരുടെ പേരെ പറഞ്ഞുള്ളൂ. ഗിദെയോൻ കഴിഞ്ഞ് തോല കഴിഞ്ഞ് യായിർ. ഈ മലയാളം പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, ഞാൻ ഇംഗ്ലീഷ് അല്ലെ ഹിന്ദി പ്രൊനൗൺസിയേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി യിഫ്താഹിനെ കുറിച്ച് നാം മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. യിഫ്താഹാണ് പറഞ്ഞത് ദൈവം വിജയം നൽകുകയാണെങ്കിൽ ആദ്യം കാണുന്ന വ്യക്തിയെ നരബലി ചെയ്യുന്നതായിരിക്കും. വേദപുസ്തകത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി വിരോധമായുള്ളൊരാശയമാണ്. ദൈവം ഒരിക്കലും നരബലി ആഗ്രഹിച്ചിട്ടില്ല, ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ യിഫ്താഹ് അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു? ബിക്കോസ് യിഫ്താഹിൻ്റെയൊക്കെ കാലമായപ്പോഴത്തേക്ക് ദൈവം തൻ്റെ നായകന്മാർ എഴുന്നേൽപ്പിച്ച ആളുകളുടെ മനസ്സ് പോലും വിജാതീയ വിശ്വാസങ്ങൾ കറപ്റ്റ് ചെയ്തിരുന്നു. അപ്പം ദൈവം ആരെയൊക്കെയാണ് ലീഡേഴ്സായിട്ട് എഴുന്നേൽപ്പിച്ചത് അവരുടെ വിശ്വാസത്തെ തുടർച്ചയായിട്ട് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ചൊരു കാര്യം ഈ ലിസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അത് കഴിഞ്ഞ് ദൈവം എഴുന്നേൽപ്പിച്ചത് ഇബ്സാൻ, പിന്നെ എലോൻ, അബ്ദോൻ, ഷിംഷോൻ കഴിഞ്ഞാണ് ദൈവം ഏലിയെയും ശമൂവേലിനെ എഴുന്നേൽപ്പിച്ചത്. അത് നമ്മൾ ശമൂവേലിൻ്റെ ഗ്രന്ഥത്തിൽ കാണുന്നു. ഇവിടെ യിഫ്താഹിൻ്റെ കാര്യം എടുത്തൊന്ന് പറയേണ്ടത് ആവശ്യമാണ്. നരബലി എന്ന് പറഞ്ഞ ഒരു കാര്യം ദൈവം വെറുക്കുന്ന കാര്യമാണ്. മനുഷ്യനെ കൊല്ലുവാൻ പാടില്ല. കൊലപാതകത്തിൻ്റെ ശിക്ഷയും മറ്റ് ചില ശിക്ഷയ്ക്ക് വേണ്ടി ദൈവം ന്യായം ആരെ ഏൽപ്പിച്ചു അവർ കൊലപാതകത്തിൻ്റെ ശിക്ഷ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നരബലി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ ഈ യിഫ്താഹ് എന്തുകൊണ്ട് ആദ്യം കാണുന്ന ആളിനെ ഞാൻ യാഗം അർപ്പിക്കുമെന്ന് പറഞ്ഞത്? വിജാതീയ ഫിലോസഫീസിൻ്റെ ഇൻഫ്ലുവൻസ്. ഞാൻ പറഞ്ഞല്ലോ ലീഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ചിന്തിച്ചെന്നിരിക്കും, ഞാൻ ചർച്ചിലൊരു ലീഡറല്ല. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചർച്ചിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ പേരൻസ് കുട്ടികളെ നയിക്കുന്നവരാണ്. സോ ദേ ആർ ലീഡിങ് ദ ചിൽഡ്രൻ, സോ ദേ ആർ ലീഡേഴ്സ്. അതുപോലെ തന്നെ സഭയിൽ ഏതെങ്കിലും രീതിയിലുള്ള ചുമതല ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആളുകളെ നയിക്കുവാണ്. പ്രീച്ചേഴ്സിനെ കുറിച്ച് ദൈവവചനം പറയുന്നത് നിങ്ങൾ അധികം ആളുകൾ ടീച്ചേഴ്സ് ആകരുത്, കാരണം അവർക്ക് ഇരട്ടി ശിക്ഷാവിധിയായിരിക്കും. കാരണം ആളുകളെ കറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ടീച്ചേഴ്സിന്. വേർപാട് സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ള എത്രയോ പെർവേർഷൻസ് അതെല്ലാം സുവിശേഷകന്മാരിൽ കൂടെ വന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ 25 വർഷങ്ങളിൽ ഞാൻ ഫൈറ്റ് ചെയ്ത ചില പെർവേർഷൻസ് ഒന്ന് ഓർപ്പിക്കട്ടെ. ആഭിചാരത്തിൽ അധിഷ്ഠിതമായ പ്രാണിക് ഹീലിംഗ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്നും പറഞ്ഞ് വേർപാടിൽ 25 വർഷം മുമ്പ്, ആക്ച്വലി വന്നത് ഏതാണ്ട് 30 വർഷം മുമ്പാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം വ്യാപിച്ചത് ആരുടെ ലീഡർഷിപ്പിലായിരുന്നു? സുവിശേഷകന്മാരുടെ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, ഹിന്ദുസും മുസ്ലിംസും ചെയ്യുന്നു. അത് പരിശുദ്ധാത്മാവാണെന്ന് എങ്ങനെ ഒരു ബൈബിൾ ടീച്ചറിനെ പഠിപ്പിക്കാൻ സാധിക്കും? മുസ്ലിംസിന് പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പുണ്ടോ? ഹിന്ദുസിന് പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പുണ്ടോ? ബട്ട് അങ്ങനെ അവർ പഠിപ്പിച്ചു. പ്രീച്ചേഴ്സായിരുന്നു. ഹിന്ദുക്കളുടെ ദൈവമായ പ്രജാപതി യേശുക്രിസ്തു ആണെന്ന് പഠിപ്പിച്ച ആരാണ് പഠിപ്പിച്ചത്? പ്രീച്ചേഴ്സ്. അടുത്ത ഇടയ്ക്ക് അങ്കമാലിയിൽ ഓംകാരം ക്രിസ്തു ആണെന്നും ക്രൂശിൽ മരിച്ചത് നാദബ്രഹ്മമാണെന്ന് ഒരു ടീച്ചിങ് വന്നു. ഇവാഞ്ചലിസ്റ്റ്. ത്രിത്വത്തെ എതിർക്കുക ആരാണ്? വേർപാടുകാരുടെ ഇടയ്ക്ക് പ്രോമിനൻ്റായിട്ട് ത്രിത്വത്തെ എതിർത്തത് ടീച്ചേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വേർപാടുകാരുടെ ഇടയ്ക്ക് നിഷേധിച്ച് പലർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാത്ത പല ആളുകൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. അത് അവർ പഠിപ്പിക്കുന്ന ആരാണ്? സുവിശേഷകന്മാർ. ഇങ്ങനെ
നമ്മൾ ദൈവവചനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് വന്ന പെർവേർഷൻസ് എല്ലാം ലീഡേഴ്സാണ് കൊണ്ടുവന്നത്. സോ പ്ലീസ് റിമെമ്പർ വൺ തിങ്, കുട്ടികളെ നയിക്കുന്ന പേരൻസ് ആണെങ്കിലും സഹോദരിമാരുടെ മീറ്റിങ്ങിൽ നയിക്കുന്ന സിസ്റ്റേഴ്സ് ആണെങ്കിലും സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച് കുട്ടികളെ നയിക്കുന്നവരാണെങ്കിലും പുൾപിറ്റിൽ കൂടെ ദൈവവചനം പഠിപ്പിക്കുന്നവരാണെങ്കിലും പ്ലീസ് റിമെമ്പർ, ഈ യിപ്താഹിൻ്റെ കൂട്ട് ആകരുത്. യിപ്താഹിനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിലും, യിപ്താഹ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിലും ആ വിജാതിയരുടെ നരബലി എന്നുള്ള കൺസെപ്റ്റ് യഹൂദ സമൂഹത്തിൽ താൻ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പരിണിത ഫലമെല്ലാം നാം വായിക്കുന്നു. യിപ്താഹിൻ്റെ മോൾ ഇറങ്ങി വരുന്നതും യിപ്താഹിനുണ്ടാകുന്ന വിഷമവും ആൻഡ് ഉണ്ടായ ആ കോൺസിക്വൻസ് എല്ലാം. ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തി, മാതാവല്ലേ പിതാവ്, ജ്യേഷ്ഠ സഹോദരനല്ലേ ജ്യേഷ്ഠ സഹോദരി, ചർച്ചിൽ ലീഡ് ചെയ്യുന്നവർ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർ, പുൾപിറ്റിൽ പഠിപ്പിക്കുന്നവർ, അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ദൂരവ്യാപകമായ അതിന് റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പഠിപ്പിക്കുന്ന ആളുകൾ അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇരട്ടി പണിഷ്മെൻ്റ് ഉണ്ടാകുമെന്ന്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. റൂത്ത് എടുക്കണമെന്നുണ്ടായിരുന്നു, സമയം കഴിഞ്ഞ്. അതുകൊണ്ട് റൂത്ത് തൊട്ട് അടുത്ത ആഴ്ച നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് ഓർപ്പിക്കട്ടെ. ഇപ്പോൾ ഔട്ട്ലൈൻ മാത്രമേ തരുന്നുള്ളൂ, ചാർട്ട് മാത്രമേ തരുന്നുള്ളൂ. ദൈവം അനുവദിച്ചാൽ ഈ എസ്തർ വരെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ അധികം റിട്ടൺ മെറ്റീരിയൽ തരുന്നതായിരിക്കും എന്ന് പ്രോമിസ് ചെയ്യുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഡബിൾ ആസ്വദിക്കാൻ സാധിക്കും. ബട്ട് ക്ലോസിങ്ങിന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലീഡർഷിപ്പ് പൊസിഷൻ, കുടുംബത്തിലാണെങ്കിലും സൺഡേ സ്കൂളിലാണെങ്കിലും സഭയിലാണെങ്കിലും, അത് ലാഘവത്തോടെ വീക്ഷിക്കരുത്, കൈകാര്യം ചെയ്യരുത്. വിജാതിയരുടെ ടീച്ചിങ്സ്, ഫിലോസഫി, പ്രാക്ടീസസ് അത് സഭയുടെ ഉള്ളിൽ കൊണ്ടുവരരുത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നമ്മിലെല്ലാവരെയും സഹായിക്കട്ടെ.